ആപ്പിളിന്റെ ലോഗോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും, റൈറ്റ്? പക്ഷെ ഇതിലൊന്നും തന്നെ ആപ്പിളിന്റെ ലോഗോ ഇല്ല. സോ ദിസ് ഇസ് ദ ലോഗോ. ചെറിയ വ്യത്യാസമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. സോ ദിസ് വേർ ദ റിയൽ ഫിഗേഴ്സ് ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദാറ്റ്. ഓക്കെ, സോ how many triangles are there in this figure? If you try to count it, it will take time. നമ്മുടെ സമയപരിമിതി മൂലം നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. So these are different types of activities we usually do. So this is the easiest way to count the triangles. ഇങ്ങനെ ട്രയാങ്കിൾസ് എണ്ണി നോക്കിയാൽ കൃത്യമായിട്ട് എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ചെറിയൊരു പാർട്ട് എടുക്കണം, പല പാർട്ടുകളുടെ ഒരു കോമ്പിനേഷൻ എടുക്കണം, ആസ് എ ഹോൾ എടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. സോ ദിസ് ഇസ് സെക്ഷൻ എ, പാർട്ട് എ. ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അത് കഴിഞ്ഞു. Now this is another question. When a letter is removed from an odd number, it becomes even. Which is the number? ഒരു odd നമ്പറിൽ നിന്നും ഒരു ലെറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഈവൻ ആയിട്ട് മാറി. Which is the number? A simple question. ആൻസർ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കിട്ടിക്കാണും, 7. If you remove the letter S from it, it becomes even. Okay? Which is the correctly spelled word? Conscience എന്ന് പറയണമെങ്കിൽ ഇത് ഏതാവും ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് അല്ലേ? ഇതൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പോകുന്നതാണ്. Now we come to part C. So part A is over, part B is over. വേറൊരു സെക്ഷൻ ആയിരുന്നു part C. Do any stretching exercise for your arms. വെറുതെ നമ്മളിപ്പോ എന്താണ് ഓൺലൈൻ ലേണിംഗ് മോഡിലൊക്കെ ഇരിക്കുമ്പോൾ കുട്ടികളോട് പറയാറുള്ള പല ഫിസിക്കൽ എക്സർസൈസിന്റെ ഭാഗമാണ്. അടുപ്പിച്ച് 2-3 മണിക്കൂറുകളൊക്കെ ക്ലാസ്സുകൾ ഇരിക്കുമ്പോൾ കൈ, കഴുത്ത്, കണ്ണ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സർസൈസ് ഒക്കെ ചെയ്യണമെന്ന് പറയല്ലേ. Draw a picture with house, person, tree. So this is a personality test. When we ask students to draw a picture, students or whoever it is, even it is applicable with adults, you have to draw a picture with house, person and tree. 3 കാര്യങ്ങൾ ചിത്രത്തിൽ ഉണ്ടാവണം. ഒരു വീടുണ്ടാവണം, ആ വീട്ടിൽ ഒരാൾ ഉണ്ടാവണം, ഒരു മരം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ what is the various types that can be seen in the paper? നമുക്ക് വളരെ രസകരമായിട്ടുള്ള ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റും. And that itself becomes a reflection of the personality എന്നാണ് theories പറയാറുള്ളത്. We need people, expert people who have the capacity to analyze, interpret that different components of the picture. Then plant a tree. ഒരു മരം നടണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വെറുതെ മുറിക്കാത്തിരുന്നാൽ പോരല്ല, പുറത്തേക്ക് ഇറങ്ങണം, മണ്ണ് കണ്ടെത്തണം, അതിലൊരു മരം നടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള അധ്വാനം ആവശ്യമാണ്. Draw 4 straight lines to connect all the dots joined without lifting a pen. 4 സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് ഈ പിക്ചർ ഒന്ന് യോജിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചാൽ അതും ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സി ദിസ് ഇസ് ദ ആൻസർ. നിങ്ങൾക്ക് അറിയാം, നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. സോ വെൻ വി കം ടു പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് ബിയിൽ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്, അതിലൂടെ ഞാനൊന്ന് പറയാം. പാർട്ട് എ എന്ന് പറയുന്നത് നമ്മൾ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ പെർസെപ്ഷൻ, അവർ തിങ്കിങ് ആൻഡ് റീസണിങ്. വിച്ച് ഇസ് ദ ലോഗോ ഓഫ് ആപ്പിൾ, ഹൗ മെനി ലെഗ്സ് ക്യാൻ ബി സീ, which is the number that we get by eliminating a letter from that. ഇതെല്ലാം നമ്മുടെ തിങ്കിങ്, റീസണിങ് ഇവയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പാർട്ട് ബി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഓപ്ഷൻ ഞാൻ പറയുകയാണ്. നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസം വൈകിട്ട് 8 മുതൽ 10 വരെയുള്ള സമയം ഫ്രീ ആണ്. സോ വാട്ട് വിൽ യു സെലക്ട് ടു സ്പെൻഡ് ദാറ്റ് ടൈം? നിങ്ങൾ എങ്ങനെ ആ സമയം ചിലവഴിക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനോടും ഫീലിങ്സിനോടും ഒക്കെ ബന്ധപ്പെട്ടതാണ് അല്ലേ. ആൻഡ് ദർ ആർ 3 films simultaneously in different channels. Which film do you watch? That also belongs to our interests, choices and attitudes. There are different places to select for a tour. പല സ്ഥലങ്ങളിൽ പോകാൻ അവസരം ഉണ്ടെന്ന് വിചാരിക്കുക. ഏത് സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്യും എന്ന് പറയുന്നാൽ അതും നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. When we come to part C, making a stretching exercise, planting a tree, drawing with a pen, all these are related to our skills. So part A, part B, part C are related with different components of a person, where different types of different sorts of
skills are to be exhibited. So this is actually the base of Bloom's taxonomy, the domains. The first one is cognitive domain that deals with all intellectual aspects. ബൗദ്ധിക തലത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്നാണ് അറിയപ്പെടുക. എൻ്റെ ചിന്തകൾ, എൻ്റെ യുക്തിപരമായ ഒരു റീസണിങ്, ഞാനിപ്പോൾ ഈ എന്തുകൊണ്ടാണ് എനിക്ക് ആനയുടെ കാലുകൾ ഇങ്ങനെ പലതായിട്ട് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കാണുന്നത്, എനിക്കെങ്ങനെയാണ് ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്, എന്താണ് ഈ ക്വസ്റ്റിന്റെ കൃത്യമായ ആൻസർ എന്നൊന്നിനെ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ബൗദ്ധികമായിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ആസ്പെക്ട്സും വരുന്നതാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ. And what is affective domain? That is related with affect, my emotional, my feelings, my choices, my interest, my attitude. All these come under affective domain. And when we come to psychomotor domain, of course, it includes psych as well as physical activity, motor activity. I have to do some motor activity which is integrated with certain psychological or intellectual emotional aspects. Plant a tree എന്ന് പറഞ്ഞാൽ, ഒരു മരം നടുക എന്ന് പറഞ്ഞാൽ വെറുതെ നട്ടാൽ അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഈ മരം ഇവിടെ നട്ടാൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഈ മരം വളർന്നു വലുതായാൽ എത്രമാത്രം അതിനൊരു ഏരിയ ആവശ്യമായിട്ടുണ്ട്. അത് വളർന്നാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വോളിനോ മറ്റേതെങ്കിലും ഒരു കൺസ്ട്രക്ഷനോ ഡാമേജ് ഉണ്ടാകുന്നതാണ്. സോ ഇന്റലക്ച്വലി ഞാൻ അതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും, അല്ലേ? ആൻഡ് ഇമോഷണലി എനിക്കൊരു ആഗ്രഹം ഉണ്ടാവണം, ഈ മരം വെറുതെ നടുകല്ല, ഇത് വളരണം, വലുതാകണം, ഇതിൽ പൂക്കൾ ഉണ്ടാകണം, ഫലങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ഞാൻ വളരെ സ്നേഹപൂർവ്വം താല്പര്യപൂർവ്വം അതിനെ ചിന്തിക്കുമ്പോഴാണ് അതിന് അഫക്റ്റീവ് ആണ്. സോ വെൻ വി ആർ ഏബിൾ ടു ഇന്റഗ്രേറ്റ് ദ കോഗ്നിറ്റീവ് ആസ് വെൽ ആസ് അഫക്റ്റീവ് കമ്പോണൻസ് വിത്ത് ദ മോട്ടോർ ആക്ടിവിറ്റി, ദെൻ ഇറ്റ് വിൽ ബിക്കം യൂസ്ഫുൾ. അല്ലാത്തടത്തോളം വെറുതെ നമ്മൾ ചിലപ്പോഴെങ്കിലും പത്രങ്ങളിൽ കാണുന്നത് പോലെ മരം നടുന്ന ഏതെങ്കിലും ഒരു നേതാവിന്റെ ചിത്രത്തിൽ കാണുന്ന അതിൻ്റെ അകത്ത് എന്ത് കോഗ്നിറ്റീവ് അഫക്റ്റീവ് എലമെന്റ് ആണല്ലേ, ആരോ എടുത്ത് കയ്യിലോട്ട് കൊടുക്കുന്ന ഒരു മരം നടുന്നു, ഫോട്ടോഗ്രാഫർ മുമ്പിൽ ഉണ്ടാവണം, അത് മാധ്യമങ്ങളിൽ വരണം എന്നതിന് അപ്പുറത്തേക്ക് അതിനൊരു കോഗ്നിഷനുമില്ല, ഒരു അഫക്ഷനുമില്ല. ദാറ്റ് ഈസ് സിമ്പിൾ മോട്ടോർ ആക്ടിവിറ്റി. അപ്പോൾ ഒരു സൈക്കോമോട്ടോർ ആക്ടിവിറ്റി ഇഫക്റ്റീവായി മാറണമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ദ കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് കമ്പോണന്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദാറ്റ്. So it clearly says that cognition is essential for all activities, and affect makes choices and decisions regarding activities. Psychomotor activity becomes effective when it is emerged from cognitive and affective components. So whatever activity we perform in a classroom, whatever activity we expect from a student, it should be a combination of fruitful cognition and the component related to affect. അതായത് നമുക്ക് ബൗദ്ധിക തലം, മാനസിക തലം, വൈകാരിക തലം, കായിക തലം ഇവയൊക്കെ വ്യത്യസ്തമായി വേറിട്ട് കണ്ട് പഠിപ്പിക്കുന്ന കാലം കഴിഞ്ഞുപോയി. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന വലിയ പാളിച്ചകൾക്ക് കാരണം അതാണ്. So when we are able to integrate the head, hand and heart, then the teaching as well as the learning become a pleasant experience for the teacher and a joyful experience for the learner. അത്തരത്തിലേക്ക് എങ്ങനെ നമ്മുടെ അധ്യാപനത്തെ മാറ്റിയെടുക്കാൻ പറ്റും, പഠനത്തെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബ്ലൂംസ് ടാക്സോണമി നിർദ്ദേശിക്കുന്നത്. ഇതിനെ അല്ലാതെ എന്തൊക്കെയോ വലിയ വലിയ സംഭവം സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത്തരത്തിലൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും ലളിതമായ ഒരു വിദ്യാഭ്യാസ തത്വമാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ മനസ്സിൽ അതൊന്നും ഇല്ല, അല്ലെ മാനസികമായി എന്നൊക്കെ പറയുമ്പോൾ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഇത് ഹൃദയത്തിൽ പതിക്കേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ ഹൃദയത്തിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ, അങ്ങനെ ഒരു പദനമൊന്നും ഇല്ലല്ലോ. All these are part of our brain, അല്ലെ? മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇറ്റ്സ് ബ്രെയിൻ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വളരെ പക്വതയുള്ള ഒരു ബൗദ്ധികത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ബുദ്ധിയിൽ പലപ്പോഴും അനുയോജ്യമായ വൈകാരിക ഭാവം നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് ബുദ്ധി വിഭ്രംശിക്കപ്പെട്ട തലത്തിൽ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വിദ്യാസമ്പന്നർ അവരുടെ ബുദ്ധിയെ, അവരുടെ പ്രാപ്തിയെ വൈകാരിക അപഭ്രംശത്തിന്റെ ഭാഗമായി പലതരത്തിൽ വിനിയോഗിക്കുന്നതിന്റെ കാരണം തന്നെ ബുദ്ധി, മനസ്സ് ഇതിനെയൊക്കെ വേറിട്ട് കാണുന്നത് കൊണ്ടാണ്. So we have to strongly believe that the cognitive, affective and psychomotor domain
is to be harmoniously integrated in the classroom to make her teaching effective and fruitful. അപ്പൊ ഇതിനെ വേറിട്ട് കാണാൻ പാടില്ല. ആക്ടിവിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നാണ്, ചിന്തിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ വളരെ വ്യത്യസ്തമാണ്. സോ ദാറ്റ്സ് ആക്ടിവിറ്റി, കോഗ്നിറ്റീവ് ആക്ടിവിറ്റി. ഇത് കേൾക്കുമ്പോൾ പലതരത്തിലുള്ള ഇമോഷണൽ ഫീലിംഗ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും, അല്ലേ? ആൻഡ് സംടൈംസ് യു മേ ട്രൈ ടു റൈറ്റ് സംതിങ്. ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കുറിച്ചെടുക്കുന്നുണ്ടായിരിക്കും. പേന കയ്യിലെടുക്കുന്നു, പേപ്പറിലേക്ക് കുറിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ്സ് എ മോട്ടോർ ആക്ടിവിറ്റി. സോ ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഡൊമൈൻസ് ദാറ്റ് കം അണ്ടർ ബ്ലൂം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമന്വയം, നമ്മൾ പറയുന്ന ബ്ലെൻഡഡ് ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും അത് ടെക്നോളജി, ഓൺലൈൻ, ഓഫ്ലൈൻ ബ്ലെൻഡിങ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വി നീഡ് എ ബ്ലെൻഡിങ് ഓഫ് ദ 3 domains in the classroom. So if we are able to harmoniously blend these categories in the classroom, naturally the teaching will be effective. അങ്ങനെയാണെങ്കിൽ let us come to the taxonomy. ഈ ടാക്സോണമി എന്ന് പറയുന്നതിന്റെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അതറിയാത്തിടത്തോളം നേരിട്ട് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ മനസ്സിലാകണം എന്നില്ല. Berchmans as Bloom was the proponent of taxonomy for the first time in 1956. പിന്നീട് 2000 ഒക്കെ ആയപ്പോഴേക്ക് അതിൽ ചെറിയ മാറ്റം വരുത്തി, and it was revised by Anderson and Krathwohl, and though they are the persons behind the revision, still it is known as Bloom's taxonomy. ബ്ലൂം ആണ് ഇതിന്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ബ്ലൂമിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ബ്ലൂമിന്റെ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൻഡേഴ്സണും ക്രാത്ത്വാളുമാണ് പിന്നീടുള്ള വർക്കുകളൊക്കെ നടത്തിയത്. And see the difference between these two taxonomies. Earlier in 1956 it was from knowledge to evaluation. Knowledge, comprehension, application, analysis, synthesis, evaluation. ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. ഇതൊരു കോഗ്നിറ്റീവ് ആസ്പെക്ട് മാത്രമായിട്ടാണ് ബ്ലൂം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് നാം ഇപ്പോൾ കണ്ടതുപോലെ നമുക്കറിയാം കോഗ്നിറ്റീവ് അഫക്റ്റീവ് സൈക്കോമോട്ടോർ എന്നൊക്കെ പറഞ്ഞാൽ മാറ്റി നിർത്തത്തക്ക കാര്യങ്ങളല്ല. ആൻഡ് ലേറ്റർ ഇൻ 2001 ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്വാൾ റിവൈസ്ഡ് സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ്. നോളജ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എത്രയോ വിശാലമായിട്ടുള്ളൊരു പ്രയോഗമാണല്ലേ. നോളജ് എന്ന് പറഞ്ഞാൽ അറിവെന്നാണ്. അറിവെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിൽ നിർത്തേണ്ട ഒന്നല്ല. അടിസ്ഥാനപരമായി ആത്യന്തികമായി വിദ്യാഭ്യാസ ലക്ഷ്യം അറിവ് നേടുക എന്നുള്ളതാണ്. ആ അറിവ് ഏറ്റവും താഴെത്തട്ടിൽ ഒരു ടാക്സോണമിയുടെ ഇതിൽ കൊടുക്കുമ്പോൾ നമുക്കറിയാം അതൊരു മീനിങ്ലെസ് ആയിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ അറിവ് എന്നതിന് പകരമായി അതുകൊണ്ട് നാം കൊടുക്കുന്നത് പുതിയ ടാക്സോണമിയിൽ വന്നിരിക്കുന്നത് റിമെമ്പർ എന്നാണ്. കാരണം എന്താണ്? അറിവിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രോസസ്സാണ് റിമെമ്പർ. ചില കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ ആ നോളജ് എന്ന് പറഞ്ഞതിന് ബ്ലൂം കൊടുത്ത മീനിങ്ങും അത് തന്നെയായിരുന്നു, ടു റിമെമ്പർ സർട്ടൻ തിങ്സ്. So here the specific terminology remember came as a process, remember, and comprehension changed to understand, slight difference athre ullu. Application as a process, apply, analysis, analyze, synthesis. What is the meaning of synthesis? We try to put together different components. Avadeyum ivideyum okkeyulla pala karyangale ഒരുമിച്ച് ചേർത്ത് ഒരു അർത്ഥം കൊടുക്കുന്നതാണ് സിന്തസിസ്. യഥാർത്ഥത്തിൽ സിന്തസൈസ് ചെയ്യുന്നതിലൂടെയല്ലേ ഒരു ക്രിയേഷൻ നടക്കുന്നത്? അതെ, പല കാര്യങ്ങൾ നിലവിലുള്ളവയാണെല്ലാം, പക്ഷെ അവയെ പല ഭാഗത്തു നിന്ന് കോർത്തിണക്കി നാം കൊണ്ടുവന്നു കഴിയുമ്പോൾ അതൊരു പുതിയ അർത്ഥതലമായി മാറുകയാണ്. സോ ദാറ്റ് ബിക്കംസ് ക്രിയേഷൻ. അതുകൊണ്ട് സിന്തസിസ് എന്നതിന് കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോയി അതിന് ക്രിയേറ്റ് എന്ന് പേര് നൽകി. അപ്പോൾ ക്രിയേറ്റ് എന്ന് പറയുന്നത് വളരെ അർത്ഥപൂർണമായ ഒരു ക്രിയേഷനായി മാറണമെങ്കിൽ നിലവിലുള്ളതിനെ കൃത്യമായി ജഡ്ജ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ പോരായ്മകളെ കുറിച്ചും അതിന്റെ നന്മകളെ കുറിച്ചും ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പുതിയ ക്രിയേഷൻ അതിന് റെലവൻസ് ഉണ്ടാവുക. അതുകൊണ്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത് തൊട്ട് താഴേക്ക് മാറും. അങ്ങനെ നോക്കുമ്പോൾ ബ്ലൂംസ് ടാക്സോണമി, വിച്ച് ഈസ് വൈഡ്ലി ആക്സെപ്റ്റഡ് ഗ്ലോബലി ഫോർ ദ സെറ്റിംഗ് ഓഫ് ദ ഔട്ട്കംസ് ഫോർ അസസ്മെന്റ്, ദാറ്റ് ഈസ് ത്രൂ ദ ആൻഡേഴ്സൺ-ക്രാത്ത്വാൾ കോഗ്നിറ്റീവ് പ്രോസസ് ഡയമെൻഷൻ, which is the same as Bloom's revised taxonomy, and the hierarchical order is like this: remember, understand, apply, analyze, evaluate, create. And from remember to create, this is the process. അങ്ങനെ പറഞ്ഞാൽ റിമെമ്പർ ആണ് ഏറ്റവും ലോവർ ലെവൽ അല്ലേ. ആ ലോവർ ലെവലിൽ നിന്ന് ക്രിയേറ്റ് എന്ന് പറയുന്ന ഹയർ ലെവലിലേക്ക് കുട്ടിയെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ ധർമ്മം. So when we communicate in the classroom,
when we transact the content in the classroom, when we engage students in different activities, ultimately our aim is to make them creators, make them innovative practitioners in the field of the discipline. And for that, these basic levels are essential. ഓർമ്മ വേണം, മനസ്സിലാക്കണം, അത് ഉപയോഗിക്കാൻ പറ്റണം, അപഗ്രഥിക്കാൻ കഴിവുണ്ടാവണം, വിലയിരുത്താൻ ശേഷി ഉണ്ടാവണം. അതിലൂടെ വളരെ കൃത്യമായി സ്വന്തമായ സൃഷ്ടികളിലേക്ക്, സ്വന്തമായ ആശയങ്ങൾ രൂപീകരിക്കുന്നതിലേക്ക് കുട്ടിയെ നയിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഏത് കാര്യമാണ് ഏറ്റവും കൂടുതൽ നാം ഓർമ്മയിൽ സൂക്ഷിക്കുന്നത്? സ്വന്തമായി നാം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. സോ നാച്ചുറലി that process will enhance the capacity for remembering that. എൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ കൂടുതൽ നന്നായി ഓർത്തിരിക്കും, അല്ലേ? സോ വെൻ വി ആർ ഏബിൾ ടു ഇവാലുവേറ്റ് സംതിങ് ഇൻ ദ റിയൽ വേ, ദാറ്റ് വിൽ ഓൾസോ എൻഹാൻസ് ദ റിമെമ്പറിംഗ് കപ്പാസിറ്റി. സോ ഈ ക്രിയേറ്റ് എന്ന് പറയുന്നത് വീണ്ടും റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അതിലേക്ക് തന്നെ വീണ്ടും പോകുന്നു എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ബ്ലൂംസ് ടാക്സോണമി that we use to set outcomes for setting the learning activities, for setting the outcomes in assessment procedure and all different teaching learning process. Okay, now here is an exercise. Since we have paucity of time, we'll go to the slides, but at the same time the cognition, your cognition should be in working, should be active. So these are the words. I'll give 1-2 seconds for that. You please go through the words. Book, camera, glass, chair, flower, graph. There is another word, bourgeois, and that is bourgeois. May not be familiar for some people who are handling some subjects. Switch, love, Gandhi, water, phone, crayon. These are different words written here. Okay. So there are 2 different tasks related to this. The first one is write the words you read. The second task, which among the following words are not present in the given sheet? These are the 2 tasks related to the words that I have shown through the first slide. നമ്മൾ കണ്ട വാക്കുകൾ എന്തൊക്കെയായിരുന്നു, ആ വാക്കുകൾ ഒന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് എന്തായാലും ഒരു എത്ര വാക്കുകൾ ഉണ്ട് എന്ന് എണ്ണാൻ പറ്റിയവരുണ്ടെങ്കിൽ അതാണ് ആ ടാസ്കിന്റെ ആദ്യത്തെ കോഗ്നിഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഓർമ്മയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുക? നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് വി ട്രൈ ടു comprehend how many words are there, എത്ര എണ്ണം ഉണ്ട്, എത്ര വാക്കുകളുണ്ട്, and is there any different ways through which we can connect these words, and through that we try to remember the words, right? So there are 14 words, 14 വാക്കുകളുണ്ട്. കുറഞ്ഞതൊരു 10 വാക്കുകളെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓർത്തിരിക്കാനായിട്ട് പറ്റും, എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എഴുതുന്നു. The second task, which among the following words are not present in the given sheet? അപ്പോൾ ഇവ വീണ്ടും കുറച്ച് വാക്കുകൾ കൊടുത്തിരിക്കുകയാണ്. പെൻ, പെൻസിൽ, നോട്ട്, വാട്ടർ, ഫാൻ, ലൈൻ. ഇതിൽ ചില വാക്കുകൾ ഞാൻ തന്നിരിക്കുന്നതിലില്ല, ആദ്യം കൊടുത്തതിലില്ല. അത് ഏതൊക്കെയാണ്? സോ ദീസ് 2 tasks require thinking process from our part, അല്ലേ? ഇത് കണ്ടു, വായിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ 2 ടാസ്കിന് ആൻസർ നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ചേ ഒക്കത്തുള്ളൂ. അതൊരു ചെറിയ ചിന്തയല്ല, അല്ലേ? ഇതെന്താണ് ഈ ഒരു ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്? എന്താണ്? ദാറ്റ് ഇസ് ആക്ച്വലി ദ ഫസ്റ്റ് വൺ ഈസ് റീകോളിംഗ്. ആദ്യം കണ്ട സ്ലൈഡിലെ ആ 14 വാക്കുകളെ ഞാൻ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമത്തിന് പറയുന്ന പേരാണ് റീകോളിംഗ്. രണ്ടാമത്തെ ടാസ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏത് വാക്കുകളാണ് അപ്പുറത്തില്ലാതിരുന്നത് എന്ന് പറയുമ്പോൾ ഐ എം ട്രൈങ് ടു റെക്കഗ്നൈസ് whether these words were present or not. So this is recognizing. So according to Bloom's taxonomy, the cognitive process remember includes these 2 aspects. The one is recalling and the other is recognizing. While we transact content in the classroom, of course, there are certain terms, certain words, they are to be recalled and recognized by the learners. That comes under the remember category.
നമ്മൾ പൊതുവെ അവയെ ഫാക്ച്വൽ നോളജ് എന്നാണ് പറയാറുള്ളത്. ഫാക്റ്റ് ആണത്. ഏത്, എന്ത്, എവിടെ, എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ വി ഹാവ് ടു റീകോൾ ഇറ്റ്. ഒരിക്കലും അല്ലാതെ ഇത് എങ്ങനെയാണ് ബൗദ്ധികപരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് 1989 എന്ന് ചോദിക്കുമ്പോൾ ഓർമ്മയില്ലാതെ അത് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല, അല്ലേ? ഓർമ്മയിൽ സൂക്ഷിക്കാതെ പറയാനേ. Recording in progress. Communicate in the classroom. ഇല്ലാതെ പറ്റത്തില്ലല്ലോ. കേരളത്തിലെ എല്ലാ PSC പരീക്ഷകൾക്കും വരുന്ന ചോദ്യങ്ങൾ ഈ റിമെമ്പർ ലെവലിലുള്ളതാണ്, അല്ലേ? അപ്പോൾ അത് കുട്ടികൾ അറിഞ്ഞേ ഒക്കത്തുള്ളൂ. ആരാണിത് എഴുതിയത്, എന്നാണിത് നടന്നത്, എവിടെയാണിത് സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അത് കുട്ടികൾ അറിഞ്ഞേ ഒക്കത്തുള്ളൂ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇത് മോശപ്പെട്ട ഒന്നല്ല. ദിസ് ഇസ് എ ഫാക്ച്വൽ നോളജ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഡൈനാമിക്. എന്ന് പറഞ്ഞാൽ ഫാക്ച്വൽ ആണെന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു ഫാക്റ്റ് ആയിരിക്കണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ പറയാണ് 2000 ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് അന്ന് ഒരു ഫാക്റ്റ് ആയിരുന്നെന്ന് കാണാതെ പഠിച്ചപ്പോൾ 2005 2010 അത് മാറ്റമുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിന് മാറ്റം വരികയാണ്. സോ ഡൈനാമിക് ആണ്, അല്ലേ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് എന്ന് നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ നിങ്ങളോട് ചിരിച്ചു ചോദിക്കും ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് ഇൻ 2020. അതാണോ അറിയേണ്ടത്? കാരണം 2020-21 ആ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഒരു എർത്ത് ക്വേക്കിൽ ഒരു ചെറിയ ഡീവിയേഷൻ, ഒരു 36 സെന്റിമീറ്റേഴ്സ് എലിവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നേപ്പാൾ അവകാശപ്പെടുന്നത്. സോ ദ ഹൈറ്റ് ഹാസ് ചേഞ്ച്ഡ്. കാലങ്ങളോളം എവറസ്റ്റിന്റെ ഹൈറ്റ് ഇത്രയാണെന്നാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഈവൻ ദോ ദാറ്റ് ഇസ് എ ഫാക്ട്, ദർ ഈസ് പോസിബിലിറ്റി ഫോർ ചേഞ്ചിങ്. സോ ദിസ് ഈസ് റിമെമ്പർ. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നമ്മൾ ക്ലാസ് മുറികളിൽ അവതരിപ്പിക്കാറുള്ളത്. ഇവിടെ ഒരു പ്രശ്നം, ടീച്ചർക്ക് വലിയ എന്താണ് അധ്വാനമൊന്നുമില്ല, അല്ലേ? ഈ ഫാക്റ്റ് അപ്പാടെ പുസ്തകത്തിൽ അവൈലബിൾ ആണ്. അത് കുട്ടിക്ക് കിട്ടും, എവിടുന്ന് വേണേലും കിട്ടും. അത് നമ്മൾ അപ്പം അങ്ങോട്ട് പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. So what will be the nature of the questions related to the level of remember? If you want to check whether the students have achieved the outcomes related to remember, ഈ ചോദ്യങ്ങൾ എങ്ങനെ ആയിരിക്കും? ഇതുപോലുള്ള ചോദ്യങ്ങളില്ലേ, വാട്ട് ഈസ്, വേർ ഈസ്, വെൻ ഡിഡ്, ഹൂ, വിച്ച്, വെൻ, ക്യാൻ യു റീകോൾ, ക്യാൻ യു ലിസ്റ്റ് എന്നൊക്കെ ചോദിക്കത്തില്ലേ? ഈ ചോദ്യങ്ങളെല്ലാം ഈ റിമെമ്പർ ലെവലിലുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കാതെ പറ്റത്തില്ലല്ലോ. കാരണം ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ സാധാരണ നമ്മൾ ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. So this is the first level of the taxonomy, remember, and these are the types of questions we set to check whether that outcome is achieved. See the examples. Who is the author of Midnight's Children? Which is the capital of Gujarat? Name the inventor of the telephone. List the universities of Kerala. Label the diagram appropriately. ലേബൽ ദ ഡയഗ്രം അപ്രോപ്രിയറ്റ്ലി എന്ന് പറഞ്ഞാൽ ഡയഗ്രത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ കുട്ടിക്ക് അത് ലേബൽ ചെയ്യാം. പക്ഷേ കറക്റ്റ് ദ പിക്ചർ, ഇഫ് ദർ ഇസ് എനി എറർ റെക്ടിഫൈ ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകും. ലൊക്കേറ്റ് ദ വേർഡ് വിത്ത് സിമിലർ മീനിങ് എന്നൊക്കെ പറഞ്ഞാൽ ദിസ് ഇസ് സിംപ്ലസ്റ്റ് ലെവൽ ഓഫ് ദ തിങ്കിങ് പ്രോസസ്, ദാറ്റ് ഇസ് റിമെമ്പർ, റൈറ്റ്? നൗ വി കം ടു ദ നെക്സ്റ്റ് ലെവൽ, അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്നുള്ള വാക്ക് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അല്ലേ? എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം അധ്യാപകരും ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലിങ്ക് വേർഡാണ്. എന്ത്? അണ്ടർസ്റ്റാൻഡ്. ആഫ്റ്റർ ഈച്ച് സെന്റൻസ്, ആഫ്റ്റർ ഈച്ച് എക്സ്പ്ലനേഷൻ വി യൂസ് അണ്ടർസ്റ്റാൻഡ് ആസ് എ ലിങ്ക് വേർഡ്. പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കും അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു ഫോളോ മീ, അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദിസ്. അപ്പൊ അത് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ, നിങ്ങൾക്ക് മനസ്സിലായോ, ഇത് ഇപ്പോഴും ചോദിക്കാറുള്ളതാണല്ലേ? So what is the real meaning of understand? Are you able to construct the real meaning from the message? ഞാൻ പറഞ്ഞതിൻ്റെ, നിങ്ങൾ കേട്ടതിൻ്റെ, നിങ്ങൾ കാണുന്നതിൻ്റെ കൃത്യമായ അർത്ഥം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ? So that is understanding. So the most important thinking process that is
Taking place in a classroom is related to understanding. നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ നമ്മുടെ വിഷയം, നാം അവതരിപ്പിക്കുന്ന ആശയങ്ങൾ കുട്ടിയിൽ ഈ തലത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. ഇത് എത്തിപ്പെട്ടിടത്തോളം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ എളുപ്പമാണ്. Hence, the different cognitive process related to understand is numerous. There are 7 different processes according to Bloom. മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അത് ഏതെല്ലാം തരത്തിൽ എങ്ങനെയൊക്കെ ആവണം, എപ്പോഴാണ് നാം പറയുക ഒരു കാര്യം മനസ്സിലായി എന്ന്, അതിന്റെ വ്യത്യസ്ത തലങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം പറഞ്ഞു, അതിന്റെ കൃത്യമായ അർത്ഥം കുട്ടിക്ക് പറയാൻ പറ്റണം. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പറയുന്ന കാര്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? ദാറ്റ് ഈസ് ഇന്റർപ്രറ്റിംഗ്. What are the different examples? Can you suggest a few examples related to this particular concept? And as a student, if I can give examples that clearly shows that I got the concept. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഉദാഹരണം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്കത് മനസ്സിലായി എന്നുള്ളതാണ്, അല്ലേ? Can you classify this? Then that shows that you got the concept. So what is the summary of the concept? How do we infer? What do we infer from this? How do you compare this concept with the other? And now you explain this particular concept. അപ്പൊ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളുടെ അവസാനം വന്നു ഭവിക്കേണ്ട ഒന്നാണ് എക്സ്പ്ലനേഷൻ. എൻ്റെ സ്വന്തം അർത്ഥങ്ങൾ ഞാൻ കണ്ടെത്തി, എനിക്ക് അതിനെയൊക്കെ ഉദാഹരണ സഹിതം മനസ്സിലാക്കി താരതമ്യപ്പെടുത്തി എനിക്ക് അതിൽ നിന്ന് കൃത്യമായ നിഗമനങ്ങൾ രൂപീകരിച്ച് വിശദമാക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അത്തരം ഒരു എക്സ്പ്ലനേഷൻ ഒരു കുട്ടിക്ക് സാധ്യമാകുമ്പോഴാണ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഒരു തിങ്കിങ് പ്രോസസ്സിൽ കുട്ടി എത്തി, അല്ല അതിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധ്യമാകുന്നത്. ഓക്കെ, നൗ what are the different terms that we can use related to understand? What's the difference between this and that? Illustrate, show that. Why do this is different from that? അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ? How would you classify? What are the classifications? Rephrase the meaning in this way. How do you relate this? അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയൊക്കെ നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന കൃത്യമായ ഔട്ട്കം കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് സഹായകരമായി മാറിയേക്കാം എന്നുള്ളതാണ്. So the different thinking process related to that. So these are the different thinking activities performed by the students while they undergo the learning activity. അവരെ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കും, കമ്പയർ ചെയ്യാൻ ശ്രമിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. they will make their own translations. For example, when I say that pressure, volume and temperature are related, so how do we express that? എന്ന് പറയുമ്പോൾ that is a verbal explanation ആണ്. കുട്ടി പറയാണ് PV is equal to RT. So this is a translation from the verbal explanation to a symbolic form. So if I say that this is Ohm's law, then if the student is able to give the equation related to Ohm's law, that is a translation. And there are many other forms of translation too. അതിലേക്ക് നമ്മൾ ഇനി വരികയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രമേ പറ്റൂ അങ്ങനെയുള്ള ചിന്തകളേ വേണ്ട. അനന്തമായ സാധ്യതകളുണ്ട് ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ഇവയൊക്കെ തന്നെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് an example from language. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കവിതകളുടെ ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മലയാള അധ്യാപകർക്ക് വളരെ സുപരിചിതരായിട്ടുള്ള അധ്യാപകനാണ് ഡോക്ടർ സോമൻ കടലൂർ. അദ്ദേഹത്തിന്റെ കയ്പ് എന്നുള്ള കവിതയാണ്. നോക്കൂ, എത്ര കഥനങ്ങൾക്ക് മുകളിലാണ് നാം മുളച്ചു മുതിരുന്നത്, തളിർത്തു പൂക്കുന്നത്, പൂത്തു കായ്ക്കുന്നത്, തുളച്ചു മതിക്കുന്നത്. മധുരമേ, നീ ഓർക്കില്ല വേരറിഞ്ഞ കയ്പുകൾ. കയ്പ് എന്ന പേരിലാണ് ഈ കവിത കൊടുത്തിരിക്കുന്നത്. ഈ കവിത ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ പറയാനുണ്ട്, അല്ലേ? സോ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രയോഗം തന്നെ എത്ര ഉയർന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ ഇവിടെ ഉദാഹരിക്കുന്നത്. ആൻഡ് the next is a part of the poem by Maya Angelou. You may shoot me with your words, you may cut me with your eyes, you may kill me with your hatefulness, but still, like air, I will rise.
So what do I understand from these lines? ഈ വരികളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് എന്ന ഒരു ചോദ്യം കുട്ടികൾക്ക് കൊടുക്കുന്ന സാധ്യതകൾ, ചിന്തകളുടെ സാധ്യതകൾ എത്ര വലുതാണ് അല്ലേ? ഈ വരികൾക്ക് വരികളുടെ അർത്ഥമുണ്ട്, ഈ വരികൾ നൽകുന്ന സന്ദേശങ്ങളുണ്ട്, ഈ വരികൾ വ്യക്തിപരമായി ഓരോരുത്തർക്കും കൊടുക്കുന്ന ചില അർത്ഥങ്ങളുണ്ട്, ഈ വരികളിലൂടെ ലഭിക്കേണ്ട ചില പ്രചോദനങ്ങളുണ്ട്, ഈ വരികളിലൂടെ ചില മാറ്റങ്ങൾ ഓരോ വ്യക്തികൾക്കും അനിവാര്യമാണെന്ന് തോന്നിയേക്കാം. സോ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നാച്ചുറലി that will lead us to the higher levels of analysis and creation. I will create my own meaning for this particular poem. എൻ്റെ സ്വന്തമായ അർത്ഥം ഞാനിവിടെ ഉണ്ടാക്കുകയാണ്. ഒരിക്കലും ഒരു ടീച്ചർക്കും ഈ വരികളുടെ അർത്ഥം ഇതാണ് എന്ന് കുട്ടികൾക്ക് പറയാൻ, ഇത് മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയാനേ പറ്റില്ല അല്ലേ? ഒരിക്കലും പറയാൻ പറ്റില്ല. What may be the context of writing this particular poem? അത് പറയാം. Who wrote? What are the personal backgrounds? What may be the motivational elements behind this? So what do you understand from these lines? That is a part of the higher level thinking. So whenever we say that understanding is just after remembering, we cannot say that understanding is a lower level thinking process. It has its own scope to lead us to create something new. But basically understanding is the platform for creating. അതാണ് നാം മനസ്സിലാക്കുന്നത്. ക്രിയേറ്റിംഗിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വളരെ നല്ല ഒരു അടിസ്ഥാനമില്ലാത്തടത്തോളം അതിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഈ ലോവർ ലെവലിൽ, നമ്മളിപ്പോൾ പുതിയ എഡ്യൂക്കേഷണൽ പോളിസി ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്തുന്ന ഏറ്റവും താഴെ നമ്മൾ പണ്ടൊക്കെ ലോവർ പ്രൈമറി, പ്രീ പ്രൈമറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ പേരുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നൊക്കെ മാറ്റിയിരിക്കുന്നതിന് കാരണം the basic preparation and foundation is essential to get the higher knowledge. Otherwise the understanding will not take place, the rote learning will be enhanced. അതുകൊണ്ടാണ് അത്തരം ചില ഫൗണ്ടേഷൻസ് കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. So understanding is the most important cognitive process to be taking place in the classroom, and it is the skill of the teacher that indicates the level of understanding. ഇത് വെറുതെ എനിക്ക് പറയാം, ഇത് സോമൻ കടലൂർ എഴുതിയ കവിതയാണ്, കയ്പെന്നാണ് ഇതിന്റെ പേര്. വായിച്ചോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്ന് പറഞ്ഞാൽ ആ അണ്ടർസ്റ്റാൻഡിങ് എത്ര ലോവർ ലെവൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് നയിക്കുന്നത്. മറിച്ച് ഇതെന്താണ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് തോന്നുമ്പോൾ the real interpretation, the real meaning, the real comparison with the different social context, and ultimately when I am able to explain the meaning in all these contexts, then that becomes the real understanding. Right? Okay. So when we come to the classroom interaction procedure, or when we come to the assessment, we deal with three sorts of questions: low order thinking level, middle order thinking, higher order thinking, and there will be questions related to these three levels. Usually we say that the remembering and understanding are the questions related to these two thinking level are low order. But I have already mentioned that the understanding can become a higher order. ഇപ്പൊ ബ്ലൂം പറഞ്ഞതുകൊണ്ട് എല്ലാം അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് അത്തരം ഒരു ആസ്പെക്ട് ഇതിൽ ഉൾപ്പെടുത്തിയത്. യൂഷ്വലി റിമെമ്പർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിനെ ഒരു ലോ ഓർഡർ കാറ്റഗറിയിലേക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് എന്നതിന് ഒരു ടീച്ചർ കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതാണ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ലോ ആണോ ഹയർ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് വെൻ വി കം ടു മിഡിൽ ഓർഡർ തിങ്കിങ്, we say some part of understanding added with application, that becomes middle order thinking. And when we come to analysis, evaluation and creation, that becomes higher order thinking. So when we come to a heterogeneous classroom, whenever a teacher continuously asks questions related to low order thinking, of course the thinking process will be in a lower level. അല്ലെ, നിരന്തരമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ലോ ഓർഡർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല. But as a teacher, if you give opportunity to think about middle order and higher order thinking level questions, naturally that will enhance their thinking capacity. ക്ലാസ് മുറിയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിന്റെ ചോദ്യങ്ങൾ വളരെ അധികം ചോദിക്കാം. കാരണം അവിടെ ഒരു പ്രത്യേക അസസ്മെന്റ് അവിടെ നടക്കുന്നില്ല. കുട്ടികൾ ചിന്തിക്കട്ടെ, ചിന്തയ്ക്കൊരു പ്രേരണ കൊടുക്കാം. But when we come to a final terminal examination question paper,
it is not feasible to give questions, more questions, or number of questions really more than 40 or 50% ക്വസ്റ്റിനും ഹയർ ഓർഡർ തിങ്കിങ് എന്ന് കൊടുക്കുന്ന ഒരിക്കലും നമ്മൾ ഫേവറബിൾ ആയിട്ട് പറയാറില്ല. കാരണം ശരാശരിക്കാരായ കുട്ടികൾ കൂടുതലുള്ള ക്ലാസ് മുറിയിൽ നമ്മൾ എപ്പോഴും ഇതിന്റെ ഒരു ബ്ലെൻഡിങ് ആവശ്യമാണ്, അല്ലേ? ഒരു 40% ലോ ഓർഡർ ക്വസ്റ്റ്യൻ, 40 അല്ല 50% ലോ ഓർഡർ പ്ലസ് മിഡിൽ ഓർഡർ, 20% എങ്കിലും ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. മിനിമം 20% അതെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Usually we say that 20% low order, 20% higher order, and remaining 60 belong to middle order. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേക എന്താണ് അന്തരീക്ഷത്തിൽ നമ്മുടെ ലക്ഷ്യം കുട്ടികളെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ കഴിഞ്ഞ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാഫലം, SSLC പരീക്ഷാഫലം പ്രത്യേകിച്ച് 120-130 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ കൊടുത്തിട്ട് എല്ലാം അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം എഴുതാം എന്ന് പറയുമ്പോൾ അതിന്റെ ചോദ്യങ്ങളുടെ ലെവൽ ഏതാണെങ്കിൽ പോലും അതിനെ ലോ ഓർഡറിലേക്ക് മാറ്റുകയാണ്. എന്തെഴുതിയാലും മാർക്ക് കിട്ടും എന്നുള്ള തലത്തിലേക്ക് മാറുകയാണ്. പക്ഷേ when we come to higher education system, the thinking skills are very important, and we have to provide opportunities for the students to think in a very critical or creative manner, so that we have to include higher order thinking questions at least in our classroom interaction procedure. പരീക്ഷയ്ക്ക് എഴുതുക പ്രയാസമാണെങ്കിൽ അവിടെ കുറയ്ക്കാം, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒക്കെ കുറയ്ക്കാം. പക്ഷെ ക്ലാസ് മുറിയിൽ നിർബന്ധമായും ഇത്തരം ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിച്ചിരിക്കണം. ആൻഡ് ദേ വിൽ ഗെറ്റ് എ ഫീൽ ദാറ്റ് ദീസ് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്കിംഗ് ബൈ സംബഡി എൽസ് ആൻഡ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ദ ടെർമിനൽ എക്സാമിനേഷൻ ടു. അത്തരം ചില പ്രതീക്ഷകൾ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മെ കൊണ്ട് പറ്റണം. പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഇതിന് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലാത്തടത്തോളം ഒരു ചോദ്യം പരീക്ഷാ പേപ്പറിൽ കണ്ടു കഴിയുമ്പോൾ കുട്ടികൾ അയ്യോ ഇത്തരം ചോദ്യമൊക്കെ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഇത് ഭയങ്കര ടഫാണെന്ന് പറയും. പക്ഷേ ഫെമിലിയാരിറ്റിയാണ്, അല്ലേ? ഈ ഫെമിലിയാരിറ്റി കുട്ടികൾക്ക് ഉണ്ടായെങ്കിൽ they can easily manage those questions. So when we come to the other levels, apply തൊട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ that becomes middle order or higher order. So what is application? We carry out or use the procedure in a given situation. That is application. And in application, there are two processes. One is executing and the other is implementing. Execute ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള ഒരു സാധനമാണ്, നമ്മൾ അതെടുത്ത് അപ്പാടെ അങ്ങോട്ട് ഉപയോഗിച്ച് അത്രയേ ഉള്ളൂ. നമ്മുടെ റിസർച്ചിന് വേണ്ടി ഓൾറെഡി ദർ ഇസ് എ ടൂൾ, ആ ടൂൾ എടുത്ത് ഞാൻ അതുപോലെ ഉപയോഗിച്ചു. ദാറ്റ് ഇസ് എക്സിക്യൂട്ടിങ്, ബട്ട് ഐ എം അപ്ലൈയിങ് ദാറ്റ്. എൻ്റെ ക്ലാസ് മുറിയിലെ കുട്ടികൾക്ക് എത്രമാത്രം ലെവൽ ഓഫ് മോട്ടിവേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഞാനത് പരിശോധിക്കണം. ഒരു UG കോഴ്സിന് വന്നു ചേരുന്ന കുട്ടിക്ക് ആദ്യത്തെ ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 2-3 മാസങ്ങളിൽ കുട്ടികളെ ഇന്ററാക്ട് ചെയ്യുന്നതിന് വി ഷുഡ് ഹാവ് എ സ്പെസിഫിക് പ്ലാൻ. അതിൽ നമ്പർ 1 ആണ്, അതാണ് നമ്മൾ മെന്ററിങ് ട്യൂട്ടറിങ് എന്നൊക്കെ പറയുന്നത്. നമ്പർ 1, വാട്ട് ഇസ് ദ ലെവൽ ഓഫ് മോട്ടിവേഷൻ അമംഗ് ദ സ്റ്റുഡൻസ്? ആ മോട്ടിവേഷൻ ലെവൽ തന്നെ മോശമാണെങ്കിൽ അവിടുന്ന് തുടങ്ങണം കറക്ഷൻ. അല്ലാത്തടത്തോളം 3-ാം വർഷം അവസാനം ഈ ഇത്ര ഔട്ട്കം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതും നേടി കുട്ടികൾ പോകുമെന്ന് വിചാരിക്കാനേ പാടില്ല. സോ ദ റെക്ടിഫിക്കേഷൻ പ്രോസസ് ഈസ് ടു ബി സ്റ്റാർട്ടഡ് ഫ്രം ദെയർ. വാട്ട് ഈസ് ദ ലെവൽ ഓഫ് മോട്ടിവേഷൻ ഓഫ് മൈ സ്റ്റുഡൻസ്? വാട്ട് ആർ ദിയർ സ്റ്റഡി സ്കിൽസ്? വാട്ട് ആർ ദിയർ ലേണിംഗ് എക്സ്പെക്ടേഷൻസ്? വാട്ട് ഈസ് ദ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ? What is the parental expectations or the parental supports for my students? All these are to be identified. And as a teacher, if I feel that something is to be rectified, something is to be enriched, of course I have to do that. So അതിനുവേണ്ടി ഞാൻ കോളേജിന് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണേ ഒരു ടൂൾ ഉണ്ടാക്കാം. ആദ്യത്തെ ഒരാഴ്ച ക്ലാസ്സിൽ വരുന്ന കുട്ടി ആദ്യത്തെ ആഴ്ചയുടെ അവസാനം നമ്മൾ കൊടുക്കുകയാണ് റേറ്റിംഗ് സ്കെയിൽ ടു അസസ് ദർ മോട്ടിവേഷണൽ ലെവൽ കൊടുത്തു. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ തന്നിട്ടുള്ളതാണ്, നമ്മളത് കൊടുത്തു. ദാറ്റ് ഈസ് എക്സിക്യൂട്ടിങ്. But as a language teacher, I feel that there is something, some changes are essential in this particular tool. എനിക്ക് തോന്നുകയാണ് ഈ ടൂള് വായിച്ചപ്പോൾ തോന്നുകയാണ് ഇതൊരു ഭാഷാപരമായ പഠനത്തിന് വരുന്ന കുട്ടിയിൽ ഇതിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അപ്പം ഞാൻ 2-3 ചോദ്യങ്ങൾ കൂടി അതിൽ ചേർത്തു. നിങ്ങളുടെ ഭാഷാപരമായ ശേഷികളിൽ നിങ്ങൾ സംതൃപ്തരാണ്? വായന, എഴുത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നന്നായി വായിക്കാനും നന്നായി എഴുതാനും ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? ഞാൻ 2-3 കാര്യങ്ങൾ കൂടിയൊക്കെ ചേർത്തു. കാരണം എൻ്റെ വിഷയം ഇംഗ്ലീഷാണ്, എൻ്റെ വിഷയം ഹിന്ദിയാണ്, എൻ്റെ വിഷയം മലയാളമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മാറ്റി. സോ ദിസ് ഇസ് ഇംപ്ലിമെന്റിങ്.
I am trying to modify that. നേരെ അതുപോലെ എടുത്ത് ഉപയോഗിച്ചാൽ ദാറ്റ് ഈസ് എക്സിക്യൂട്ടിങ്. നേരെ നമുക്ക് ചെന്ന് തന്നിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്തു, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ എക്സിക്യൂട്ടിങ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുകയാണ്, അയ്യോ ഇവിടെ ചില ചടങ്ങൊക്കെ ഉണ്ട്, മീറ്റർ, സെന്റിമീറ്റർ, സെക്കൻഡ്, അവർ, ഇതിനെല്ലാം കൂടെ എടുത്ത് മാറ്റി ഒരുപോലാക്കി യൂണിഫോം ആക്കി ചില മാറ്റമൊക്കെ വരുത്തിയിട്ട് വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്നൊക്കെ എനിക്ക് ചിന്തകൾ വരുമ്പോഴേക്കും ദാറ്റ് ഈസ് ഇംപ്ലിമെന്റിങ് ഹയർ ലെവൽ. സോ ദിസ് ഇസ് ആപ്ലിക്കേഷൻ. എന്താണ് കഥാകൃത്ത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു അണ്ടർസ്റ്റാൻഡിങ് ലെവലേ വരത്തുള്ളൂ. കഥാകൃത്ത് ഇതിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ആനുകാലിക പ്രസക്തമായി നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഇംപ്ലിമെന്റിങ്. ആപ്ലിക്കേഷന്റെ അടുത്ത തലത്തിലേക്ക് മാറി, ആപ്ലിക്കേഷനായി മാറി. കഥാകൃത്ത് നേരിട്ട് കൊടുക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ തലമാണ്. കഥാകൃത്ത് സമൂഹത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പല ഭാഗങ്ങൾ കൂടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ദാറ്റ് ബിക്കംസ് ആപ്ലിക്കേഷൻ. ഫൈൻ. So these are the different types of questions related to that. How would you use it? What examples can you find related to this? How would you solve? How would you organize? What approach would you use like that? So these are the different types of questions that can be used, and of course you will get these slides after the class so you can see. Now we come to the next, that is analysis. അപഗ്രഥിക്കുക എന്ന് പറയും അല്ലേ. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ട രണ്ട് പ്രധാനപ്പെട്ട പ്രായോഗിക ചിന്താശേഷികളാണ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ, എസ്പെഷ്യലി while we are continuously interacting with social media, electronic media. These two thinking skills are essentials, analysis and evaluation. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. So as a person, as a student, if I'm able to break the material into its constituent parts and find the real meaning, that is analysis. വളരെ കൃത്യമായി നിലവിലുള്ള കാര്യങ്ങളെ അപഗ്രഥിച്ച് കൃത്യമായ അർത്ഥതലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, ഏതാണ് പ്രസക്തമായിട്ടുള്ളത്, ഏതാണ് അപ്രസക്തമായിട്ടുള്ളത്, ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് കൃത്യമായ ബോധ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അനാലിസിസ് എന്ന പ്രോസസ്സിലേക്ക് എത്തിച്ചേരുന്നത്. So here comes the first is differentiating. What is relevant? What is irrelevant? നമ്മുടെ കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് അതാണ്. അവർക്ക് അറിയത്തില്ല ഏതാ റെലവെന്റ് ഏതാ ഇറലവെന്റ്. ഇങ്ങനെ കടല് പോലെ ഏതാണ്ടെല്ലാം കൂടെ ഇങ്ങനെ സംഘടിപ്പിച്ചു വെച്ച് വായിക്കുന്നു, നോക്കുന്നു. ഇപ്പൊ പിന്നെ ഇതിങ്ങനെ നമ്മളൊരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് അവർ പറയും ഞങ്ങൾ അവിടുന്ന് കുറെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവിടുന്ന് കുറെ ഇട്ടിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. വിച്ച് ഇസ് റെലവെന്റ് ഫോർ മീ. See, when we go through a question, ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യത്തിന് റെലവെന്റും ഇറലവെന്റുമായിട്ട് കാണാൻ കഴിഞ്ഞാൽ തന്നെ ഉത്തരം കൃത്യമായിട്ട് എത്തിച്ചേരും. സോ ദിസ് ഡിസ്ക്രിമിനേറ്റിംഗ് കപ്പാസിറ്റി ഇസ് എസെൻഷ്യൽ ഫോർ ദ ലേണേഴ്സ്, റെലവെന്റ് ആൻഡ് ഇറലവെന്റ്. രാവിലെ പത്രം വായിക്കുമ്പോൾ എത്ര പ്രയാസകരമാണല്ലേ ഈ ഡിഫറൻഷിയേറ്റിംഗ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. അല്ലെങ്കിൽ ഒരു ചാനലിന്റെ മുമ്പിലിരിക്കുന്ന ഡിസ്കഷൻ, ചാനലിൽ പങ്കെടുക്കുന്നവരുടെ ഡിസ്കഷൻ കേൾക്കുമ്പോഴും നമ്മൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദ റെലവെന്റ് ഫ്രം ദ ഇറലവെന്റ്. പലതും നമ്മെ സംബന്ധിച്ച് ഇറലവെന്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീടായിരിക്കും. ആൻഡ് ഈച്ച് പേഴ്സൺ ആൻഡ് ഈച്ച് സിറ്റുവേഷൻ, ഈച്ച് റീജിയൻ, ഈച്ച് റിലീജിയൻ, all groups have their own intentions in presenting things. അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. Then this is our responsibility to differentiate the relevant from the irrelevant. ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും രസകരമായി നമുക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നിങ്ങൾ പലരും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഹൈ ജംപ് എന്ന് പറയുന്ന ഒരു മത്സരത്തെ കുറിച്ച് നടത്തിയ ഒരു അനാലിസിസ്. ദ ഡിഫറെന്റ് മീഡിയ ഇന്റർപ്രറ്റഡ് ഇറ്റ് ഇൻ ഡിഫറെന്റ് വേ. കേരള ഓൺലി കേട്ടോ, കേരളത്തിൽ മലയാള മാധ്യമങ്ങൾക്ക് മാത്രം ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ്. And the incident was reported in a very accurate manner by Al Jazeera or BBC. Tamperi, Berchmans, അവരുടെ അവസാനത്തെ 2.7 to 2.7 ഒരു 2 സെന്റിമീറ്റർ ഉയരത്തിന്റെ വ്യത്യാസത്തിലേക്ക് 37 to 39, 2.37 to 39 എന്ന് പറയുന്ന ഇൻസിഡന്റ്, അതിനെ ലോക മാധ്യമങ്ങൾ മുഴുവൻ വളരെ ആക്യുറേറ്റ് ആയിട്ട് ചിത്രീകരിച്ചപ്പോൾ മലയാള മാധ്യമങ്ങൾ ചെയ്തത് എന്താണ്? 2016 പിന്നെ ടംബേരിക്കൊരു അപകടമുണ്ടായി, കാലിന് പരിക്ക് പറ്റിയെന്നുള്ള ഭാഗത്തെ ഈ ഹൈജമ്പിന്റെ ലാസ്റ്റ് അറ്റംപ്റ്റിലാണ് പരിക്കുണ്ടായെന്നും ബർഷിം
അത് കണ്ട് പിന്മാറി, അതുകൊണ്ട് തമ്പേരി പിന്മാറി, അതുകൊണ്ട് ബർഷീമും തമ്പേരിയും ഒരുപോലെ വിന്നേഴ്സായി എന്ന തരത്തിലേക്ക് ഒരു വ്യക്തിയുടെ മാത്രം സാക്രിഫൈസ് ആയിട്ട് അതിനെ മാറ്റിയിരുന്നു. അപ്പൊ അവിടെ ഒരാളെ ഗ്ലോറിഫൈ ചെയ്തു അല്ലേ. യഥാർത്ഥത്തിലുള്ള വാർത്തയെ വളച്ചൊടിക്കപ്പെട്ടു. പിന്നീട് പല മാധ്യമങ്ങളും അതിനെക്കുറിച്ചൊക്കെ എഴുതുകയുണ്ടായി. സോ വിച്ച് ഇസ് റെലവൻറ്റ് ആൻഡ് വിച്ച് ഇസ് ഇറെലവൻറ്റ്. നമ്മൾ ഫേസ്ബുക്കിൽ വരുന്ന ഒരു വാർത്തയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലോ മാത്രം കാണുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാഴ്ചപ്പാടുകൾ പോലും മാറിപ്പോവാണ്. So this is the most important thinking process to be developed among the students who have to face the new media challenges. അല്ലേ, ഒരു ഭാഗത്ത് പറയും അത് മഴയാണെന്ന് പറയും, ഒരു ഭാഗത്ത് പറയും വെയിലാണെന്ന് പറയും. മഴയാണോ വെയിലാണോ എന്ന് നോക്കേണ്ടത് വളരെ കൃത്യമായി നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. അല്ലെങ്കിൽ അവർ മഴയെന്ന് പറയട്ടെ, ഇവർ വെയിലെന്ന് പറയട്ടെ, ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നുള്ളതല്ലേ. So relevant from the irrelevant is an important aspect of analysis, and we have to organize by making the different appropriate sequential connections. And finally, we have to ascertain the point of view in our own way. This is analysis. This is skill of analysis to be developed among the students. And when we equip our students after the undergraduate course, while they go for an interview, and for many jobs there is a group discussion session, and in almost all group discussion sessions, the most important task is to analyze the information with them. So this is the cognitive process to be developed in the classroom through the effective communication of the teacher. So these are the different types of questions that can be used related to that. What is the similarity? What's the underlying theme? Why? How? Or can you distinguish between this and that? So these are certain terminologies related to that. So sometimes we use explain in the understanding level, and the same thing can be included here as a higher order thinking skill. So the explain, ആ വാക്ക് തൊട്ട് പിന്നാലെ വരുന്ന കാര്യങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് മാറും. ഓക്കെ, സി. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. അനാലിസിസ് എന്നതിന്റെ ഒരു ഹയർ ഓർഡർ ലെവലിലേക്ക് പോവാണ്. 5 people are in hospital. Each person has one disease and each has different disease. Each one is in a room. Room numbers are 101 to 105. And there is a specific question. What is the disease of Rahim? What is the room number? See, these sort of questions are always seen in central selection board examinations or civil services or അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നാഷണൽ ലെവൽ ടെസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം ഇവിടെ ഹയർ ലെവൽ സ്കിൽസ് ആണ് അനലൈസ് ചെയ്യുന്നത്, ഹയർ ലെവൽ തിങ്കിങ് സ്കിൽസ് ആണ്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നാം കാണാറുണ്ട് അല്ലേ. കാരണം എന്താണ്, അത് ഹയർ ഓർഡർ തിങ്കിങ് ആണ്. The person with asthma is in room number 101. Mr. Lopez has heart disease. Miss Green is in room number 105. Miss Smith has COVID. The person with tuberculosis is in room number 104. Mr. Thomas is in room number 101. Mr. Smith is in 102. Sorry, Mr. Smith alert. Miss Smith aane. One of the person other than Rahim has kidney disease. So these are some statements related to this particular question. And to get the answer, what is the disease of Rahim and what is the room number, these information are to be analyzed appropriately. And what makes this analysis easier? For that we have to organize. We have to organize the matter so that the relevant can be separated from the irrelevant with appropriate table. So this is a table, but of course, when we want to get the clear inferences and conclusions for the content, for the data, we have to organize it appropriately. We have to make it in a sequential order. We have to identify the relevant aspects and we have to abstract those relevant components so that we can make conclusions. അപ്പോൾ ഇത്ര ഒരു ടേബിൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. സോ ദിസ് ഇസ് അനാലിസിസ്. ഇത്തരത്തിൽ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കുന്നതാണല്ലേ ഗ്രാഫിക്കൽ ഇന്റർപ്രിട്ടേഷൻസ്, പല സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് റീസണിങ് അതിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. സോ ദിസ് ഇസ് അനാലിസിസ്. നൗ വി കം ടു ഇവാലുവേറ്റ്, വിലയിരുത്തുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൗ ടു ജഡ്ജ് വെദർ സംതിങ് ഇസ് ഗുഡ് ഓർ ബാഡ്, ഹൗ ടു ജഡ്ജ് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. ശരിയാണോ തെറ്റാണോ, ഏതാണ് ശരി, ആ ശരി
തിരഞ്ഞെടുക്കാൻ ഒരു കുട്ടിയെ പ്രാപ്തനാക്കുന്നത് അല്ലെ പ്രാപ്തയാക്കുന്നത് when that particular learner gets the capacity to evaluate that. So all choices should be based upon the clear objective evaluation. So this is important thinking skill to be practiced in our classroom. ഇതൊക്കെ ഒരു പരീക്ഷാ പേപ്പറിൽ എഴുതി മേടിക്കുന്ന മാർക്കുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് അവിടെ മാറി നിൽക്കട്ടെ. നമ്മുടെ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് കിട്ടേണ്ട വളരെ പ്രധാനപ്പെട്ട തിങ്കിങ് സ്കിൽസിൽ ഒന്നാണ് അനാലിസിസ്, ദ നെക്സ്റ്റ് ഇസ് ഇവാലുവേഷൻ. അതിനുവേണ്ട ബേസ് ആണ് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നത്. സോ ഇഫ് എ ലേണർ ക്യാൻ ഇവാലുവേറ്റ് the information presented before him, the situations surrounding him, then naturally he can make wise choices. So this includes two components. One is checking and the other is critiquing. What is checking and critiquing? Checking, detect whether it is working or not, whether it is okay or not. വെറുതെ ഒരു നോട്ടം മതി, ഇതുണ്ടോ ഇല്ലയോ, ശരിയാണോ അല്ലയോ, അത്രയൊക്കെ മതി. ക്രിട്ടിക്കിംഗ് എന്ന് പറഞ്ഞാൽ, സോറി, ക്രിട്ടിക്കിങ്ങിന്റെ ഒരു ടി മിസ്സിംഗ് ആണ് കേട്ടോ, സോറി. What is critiquing? Judging the merits and demerits. If you find out the T immediately by looking at critiquing, you are a good critic. Critiquing in T illalo in the kandathiyittundeങ്കിൽ അത് critiquing ആണ്. Sorry, അത് checking ആണ്. Checking whether all the letters are there. You are checking whether the spelling is correct or not. Judging the merits and demerits. എന്താണ് നേട്ടം, എന്താണ് കോട്ടം, അങ്ങനെ കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് അത് ക്രിട്ടിക്കിംഗ് എന്ന തലത്തിലേക്ക് പോവുക. സോ ഇഫ് ദർ ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓർ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഓൺലൈൻ ലേണിംഗ് ഫോർ UG സ്റ്റുഡൻസ്? ദാറ്റ് ഈസ് ചെക്കിംഗ്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഇവാലുവേറ്റിംഗ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത തലത്തിലേക്ക് പോകണം. ഇഫ് യു ഗിവ് an ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ്, that may be checking. ഇത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ തലത്തിലേ വരത്തുള്ളൂ. അതേസമയം നിങ്ങൾ പറയാണ്, എൻ്റെ സഹാധ്യാപകരോട് ഞാൻ സംസാരിച്ചു, മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ടീച്ചേഴ്സുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തു, ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരുപാട് സർവേസ്, ഒരുപാട് ലേഖനങ്ങളൊക്കെ ഞാൻ വായിച്ചു, then I feel that എന്ന് പറയാൻ സാധിച്ചാൽ that is critiquing. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ മാത്രം നോക്കിയിട്ട് ഞാൻ ഒപ്പീനിയൻ പറഞ്ഞാൽ അതിനൊരു ഹയർ ലെവലിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ആഫ്റ്റർ a good exploration, if I say that these have its own merits, its own demerits, then it becomes critiquing. Critically evaluate the role of digital learning in present educational system. That becomes the higher evaluation process. So when a student becomes able to judge the merits and demerits of the different things surrounding him, naturally he will be able to make wise choices. അല്ലേ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കുട്ടിക്ക് സഹായം കിട്ടുന്ന അപ്പോഴാണ്. ഇതിൽ ശരികളുണ്ട്, ഇതിൽ തെറ്റുകളുണ്ട് എന്ന് കൃത്യമായി ബോധ്യമുണ്ടാകും. ഇതിന്റെ നേട്ടങ്ങൾ എന്താണ്, കോട്ടങ്ങൾ എന്താണ് എന്നൊക്കെ പറയാൻ ഉള്ള പ്രാപ്തി ഉണ്ടാകും. അതിലൂടെയാണ് ഇവാലുവേഷൻ നടക്കുന്നത്. ഒരു കൃത്യമായ ഇവാലുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാതിരിക്കുന്നത്. അല്ലേ, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന പല കാര്യങ്ങളും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, നമുക്ക് അറിഞ്ഞുകൂടാ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ. ചില കാര്യങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങളിലെങ്കിലും അങ്ങനെ നോക്കേണ്ടതാണ്. അല്ലാത്തടത്തോളം ഓക്കെ, ഇത് വായിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാം. കാരണം ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് ഗുഡ്, ബട്ട് ദാറ്റ്സ് മൈ ഇവാലുവേഷൻ. നന്നായിരിക്കുന്നു എന്നുള്ളത് എൻ്റെ ഇവാലുവേഷൻ ആണ്. സോ ദാറ്റ്സ് വൈ ഐ എം ഷെയറിംഗ് ദിസ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് എ ഫാക്ച്വൽ ഡേറ്റ, ഐ ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്, വെദർ ഇറ്റ് ഈസ് റൈറ്റ്, whether it is from an authentic source, then only we have to forward it, right? So this is evaluation. So hence evaluation is an important thinking skills to be practiced in our classroom. ഒരു കഥാകാരി ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഒരു കവിത ഇങ്ങനെ ആയിരിക്കുന്നു, നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ് എന്ന് കഴിഞ്ഞു, നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു, ഇതിന് ആനുകാലിക പ്രസക്തി ഉള്ളതാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നു, ഇത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മേന്മയുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും മേന്മയില്ലെങ്കിൽ ചിലപ്പോൾ സിലബസിലുള്ളത് കൊണ്ട് പഠിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷെ ഇത് പഠിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു ധാരണ കുട്ടിക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് പഠിക്കുന്നു, ഇതുകൊണ്ട് ചില മെച്ചങ്ങളുണ്ട് എന്ന കൃത്യമായ ബോധ്യം കുട്ടിക്ക് കൊടുക്കണം. അതാണ് അൾട്ടിമേറ്റ്ലി ഇത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. Why this particular topic is included in the curriculum? Because it is beneficial for you. It will be highly helpful for your survival എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുമ്പോഴാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത്. So these are the different types of questions that can be used. Can you defend your position about this particular issue? Do you think this particular thing is good or bad? Judge the value of this. How would you feel?
how effective are the present system. All these have the capacity to assess the outcomes related to evaluate. Now, this is the highest level of the cognitive process according to Bloom, that is create. It includes generating, planning, and producing. We have to generate our own ideas. We have to plan our own strategies. And of course, we have to produce our own environment so that we can make certain changes in our surroundings. So ultimately, the learner should get the capacity to create something in his discipline for the welfare of the society, for the welfare of the nation, like that. What is generating, hypothesizing, or suggesting possible solutions? We all can feel different problems related to different contexts. So what may be the possible solutions for that? That is generating. ഒരു കൃത്യമായ പഠനം എന്ന് പറയുന്ന പ്രക്രിയ പൂർണ്ണമാകുന്ന അപ്പോഴാണ്. നമ്മൾ ക്രിട്ടിക്കൽ പെഡഗോജി എന്നൊക്കെ പറയുന്ന ഒന്നുണ്ട്. അതായത് എന്തിനേയും നമ്മൾ വിമർശന ബുദ്ധിയാ കാണുന്നു, പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിക്കുന്നു, മനസ്സിലാക്കുന്നു. അതിന്റെ അടുത്ത തലത്തിലേക്ക് പോകണം. If these are the issues, if these are the challenges, if these are the problems, what are the possible solutions? കുറ്റം പറയാൻ നല്ല എളുപ്പം അല്ലേ? അങ്ങനെയാണെങ്കിൽ can you suggest a solution for that? What is your contribution to solve this particular issue? അതാണ് generating. And I have to devise certain procedures for achieving goal. I have to devise a solution. That is planning. See, when we conduct this particular training program today, the IQAC has a special plan behind that. That is planning, and of course that comes under the create part. And what is producing? We have to carry out a plan for achieving the goal and solving the problem. When the IQAC and the curriculum coordinator and the various departments collectively come together after the 5 days workshops to set the syllabus based on the outcomes, and we make our own plans to implement outcome-based education, there comes producing, and thus the institution comes to the level of creating. That is the highest level of thinking, and that thinking is collaborative process of the whole institution, the collaborative effort of the human resources of the institution, right? Okay, these are the different terminologies that can be used in framing questions, whether we try to assess the outcomes related to create. And it is not always possible to assess the create level through a paper pen test. ഒരു പേപ്പർ പരീക്ഷ കൊണ്ട് എല്ലായ്പ്പോഴും അസസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ എ സെമിനാർ, ഇറ്റ് ഈസ് പോസിബിൾ ബൈ കണ്ടക്ടിങ് എ ഡിബേറ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ ദ ലബോറട്ടറി എക്സ്പെരിമെന്റ്സ്, ഓർ ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ കണ്ടക്ടിങ് ഡിഫറെന്റ് കോമ്പറ്റീഷൻസ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് കുട്ടികളുടെ നമ്മൾ അസസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. എല്ലായ്പ്പോഴും ഇത്തരം ഒരു പരീക്ഷാ പേപ്പറിലൂടെ കണ്ടെത്താൻ പറ്റില്ല. ദാറ്റ് ഇസ് വൈ വി ഇൻക്ലൂഡ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആസ് എ പാർട്ട് ഓഫ് അവർ അസസ്മെന്റ്. ക്ലാസ് മുറികളിൽ ചില കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ ക്രിയേഷൻ ഒക്കെ അവിടെ നടക്കും, അല്ലേ? തീർച്ചയായിട്ടും നടക്കും. അപ്പോ യെസ്, സോ ഹിയർ ആർ 6 questions. ഇതിന് ഉത്തരം നിങ്ങൾ നൽകേണ്ടതായിട്ടില്ല കേട്ടോ, ഉത്തരമല്ല പ്രധാനപ്പെട്ടത്. വാട്ട് ഇസ് ദ കോഗ്നിറ്റീവ് പ്രോസസ് ബിഹൈൻഡ് ദിസ്? അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹു റിവൈസ്ഡ് ദ ബ്ലൂംസ് ടാക്സോണമി? So the question is clearly related with the fact, or it is testing factual knowledge. Who revised? So this belongs to remembering, right? ഓർമ്മയിൽ നിന്നാണ്. ഇപ്പൊ ആൻഡേഴ്സൺ എന്നുള്ളൊരു പേര്, ആൻഡേഴ്സൺ ആൻഡ് കാത്വോൾ എന്നൊരു പേര് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഉത്തരം നൽകാൻ സാധ്യമാണ്. So this is remembering. Explain the cognitive processes in Bloom's revised taxonomy. So the answer we know, remember, understand, apply, analyze, angane povan. Explain. If you can explain, that means that you have understood the concept. So that is related to the thinking process, understanding. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അതിനെക്കുറിച്ച് ഓരോ സെന്റൻസിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. So that comes under understanding. Suggest 3 uses of taxonomy in teaching learning process. That is, how do you apply taxonomy in the classroom? So that is application. Now the next,
select a content and organize it in the hierarchy of taxonomy. ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊരു കണ്ടന്റ് എടുക്കുകയാണ്, എടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാവുകയാണ്. സോ ദീസ് ആർ ദ ഫാക്ട്സ് ടു ബി ഇമ്പാർട്ടഡ് ഇൻ ദ ക്ലാസ് റൂം. ദാറ്റ് കംസ് ഇൻ ദ റിമെമ്പറിംഗ്. This is to be explained. These concepts are to be explained. That is conceptual knowledge. So that is in the understanding domain, understanding level. And certain procedures are to be imparted. Certain procedural knowledge are to be explained for the students. That is to be explained in that way. That is application of the procedure, right? And അങ്ങനെ കണ്ടന്റ് എടുത്തു വെച്ച് അതിനെ കൃത്യമായിട്ട് ചെയ്യുന്നു. അത് ഏത് പ്രോസസ്സാണ്? അനാലിസിസ് ആണ്. സോ ദാറ്റ് ഈസ് ഇൻ ദ അനലൈസിംഗ് എന്ന് പറഞ്ഞ ഒരു തിങ്കിങ് ലെവലിലേക്ക് എത്തുമ്പോഴാണ് അത് സാധ്യമാവുന്നത്. ക്രിട്ടിക്കലി അനലൈസ് ദ ലാസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ഇൻ ദ ഔട്ട്കം ബേസ്ഡ് ഫ്രെയിംവർക്ക്. കഴിഞ്ഞ ഒരു സെമസ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സബ്ജക്റ്റിന്റെ ഇരിപ്പുണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. അതിൽ എത്ര ചോദ്യം റിമെമ്പറിംഗ് ഉണ്ടായിരുന്നു, എത്ര ചോദ്യം അണ്ടർസ്റ്റാൻഡിങ്ങിനോ അനാലിസിസിനോ സഹായിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ചോദ്യം ക്രിയേറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒരു ഇവാലുവേഷൻ ലെവലിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ, വാട്ട് വാസ് ദ സ്ട്രക്ചർ ഓഫ് ദ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്. അത്തരം ഒരു ക്രിട്ടിക്കൽ അനാലിസിസിലേക്ക് പോകുമ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന തിങ്കിങ് സ്കില്ലിലൂടെ നമ്മൾ കടന്നു പോവാം. ആൻഡ് ഫൈനലി, design a plan of action for the effective implementation of OBE in your department. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ OBE എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. HOD ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്യുന്നു. യു പ്രിപ്പയർ ദ കോഴ്സ് ഔട്ട്കം ഫോർ module 1, module 2, module 3, and when we come together we can go through the different outcomes, and based on that can you prepare a course outcome, program outcome, and now check whether it is in match within tune with the institutional outcome. Okay, അങ്ങനെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുമല്ലോ. ദാറ്റ് ഈസ് ക്രിയേറ്റ്. നമ്മൾ ആ ക്രിയേറ്റ് എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിപ്പെടുകയാണ്. സോ ദിസ് ഇസ് ദ വേ ബൈ വിച്ച് വി ക്യാൻ പ്രാക്ടീസ് ദ ടാക്സോണമി, ദ ഡിഫറെന്റ് തിങ്കിങ് സ്കിൽസ്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ടാക്സോണമി ഇൻ അവർ ഡെയിലി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഇത് വളരെ സിമ്പിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? അപ്പൊ ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം, ഏവനും അനന്തമായ സാധ്യതകളുണ്ട് എന്നതിനാൽ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. സോ വി വിൽ ഹാവ് ദ ഡിസ്കഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ ദ ക്ലാസ്. ഇത് എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുള്ള ഒരു പരസ്യമാണ്. പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ. ആദ്യത്തെ ഒരു ചിന്താതലം ഇത്രയാണ്. ഈ പരസ്യവാചകം, പാദങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു പരസ്യവാചകമുണ്ട്. അത് ഏതാണെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഓർമ്മയിൽ നിന്നാണ് പറയുന്നെങ്കിൽ പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് റിമെമ്പറിംഗ് ലെവലാണ്, അല്ലേ? ഏത് പാദരക്ഷയുടെ പരസ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കൃത്യതയോടുകൂടി ഒന്ന് നോക്കിയിട്ടുള്ള വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതും വേണമെങ്കിൽ റിമെമ്പറിംഗ് എന്ന് തന്നെ പറയാം. പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ എന്ന ഈ പരസ്യം കാണികൾക്ക് നൽകുന്ന അർത്ഥം എന്താണ്? അത് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അടുത്ത തലത്തിലേക്ക് പോവാൻ, അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതിന്റെ ലോവസ്റ്റ് മുതൽ ഹയസ്റ്റ് വരെ എത്താം, ക്രിയേറ്റ് വരെ എത്താം. അതിന് പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ. ഓക്കെ, പാദങ്ങൾക്കുണ്ട് മോഹങ്ങൾ, പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ. ഈ പ്രയോഗങ്ങൾ തമ്മിലുള്ള അർത്ഥ വ്യത്യാസം എന്താണ്? തീർച്ചയായിട്ടും മലയാള അധ്യാപകർ ഇതിന് ഉത്തരം ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ആർക്കും പറയാം, എങ്കിലും പാദങ്ങൾക്കുണ്ട് മോഹങ്ങൾ, പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ. പരസ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ എന്നാണ്. എന്താണ് ഈ പ്രയോഗങ്ങൾ തമ്മിലുള്ള അർത്ഥ വ്യത്യാസം? അടുത്ത തലത്തിലേക്ക് പോയി, അല്ലേ? അനലൈസ് കഴിഞ്ഞു, വേണമെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഇവാലുവേറ്റ് വരെ പോകാനുള്ള തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ. ഇത് ക്ലാസ് മുറിയിലെ അധ്യാപനവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം? ഇത് നമ്മുടെ അധ്യാപനവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? സാമൂഹ്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്ത നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഹിയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റ്, അല്ലേ? നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തി അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. യെസ്, സോ ദിസ് is the aim of Bloom's taxonomy, by which we can make our thought process to a higher level and make change in the classroom by helping the students to become good thinkers
and by setting good outcomes in the teaching learning process. Right now we have the time for interaction. അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് തന്നെ വരാം. പാദങ്ങൾക്ക് മുമ്പ് മോഹങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. യെസ് പ്ലീസ് കം. ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ. യെസ്, Q&A സെഷൻ ആണ്. ആദ്യം വേണമെങ്കിൽ മലയാളത്തിൽ ടീച്ചേഴ്സിന് ഇന്ററാക്ട് ചെയ്യാം ആ പാദങ്ങൾക്കും മുമ്പ് മോഹങ്ങളുമായി ബന്ധപ്പെട്ട്. ചാറ്റ് ബോക്സിൽ അധികം ചോദ്യങ്ങൾ ഇല്ലായിരുന്നു. ഉള്ള ഒരു ചോദ്യം ക്ലാസ്സിനിടയിൽ തന്നെ ഉത്തരം നൽകപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് ചോദ്യം ചോദിക്കാനുള്ളവർ ദയവായിട്ട് മൈക്ക് ഓൺ ചെയ്ത് ചോദ്യം ചോദിക്കുക. ടീച്ചറെ ഞാൻ തന്നെ തുടങ്ങി വെക്കാം. ബ്ലൂംസ് ടാക്സോണമി ഒരു ടെംപ്ലേറ്റ് ആണല്ലോ. അപ്പോൾ നമ്മളിത് പ്രത്യേകിച്ച് SB കോളേജിന്റെ സാഹചര്യത്തിൽ നമ്മൾ ഹ്യൂമാനിറ്റീസിലും ആർട്സിലും സയൻസിലും ഒക്കെ ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ സിലബസിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ഈ പല തലത്തിൽ പ്രത്യേകിച്ചും ടെക്നോളജിയൊക്കെ വരുമ്പോഴും AI ML ഒക്കെ ഇപ്പം സിലബസിൽ കയറി വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഇത് ഉപയോഗിക്കാൻ ടീച്ചറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപോലെ പ്രയോജനകരമാണോ? നമുക്ക് പലപ്പോഴും കേൾക്കുന്ന ഒരു അസംഷൻ ഹ്യൂമാനിറ്റീസിന് അത് അത്ര ഉപകാരപ്പെടുന്ന ഒരു ടാക്സോണമി അല്ല എന്നൊരു അസംഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ടീച്ചറിന്റെ മറുപടി. അല്ല, നമ്മളിപ്പോൾ പല എക്സാമ്പിൾസ് ഇതിനോടകം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഞാൻ വളരെ പേർപ്പസ്ഫുൾ ആയിട്ട് ഞാൻ ഫിസിക്സ് ആണ് വിഷയം. അപ്പോൾ എൻ്റെ വിഷയം സയൻസിലോട്ട് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത എല്ലാ ഉദാഹരണങ്ങളും തന്നെ ഹ്യൂമാനിറ്റീസും ലാംഗ്വേജും റിലേറ്റഡ് ആയിട്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ജസ്റ്റ് ദിസ് തിങ്കിങ് പ്രോസസ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് ബൈ വിച്ച് വി ക്യാൻ ഇൻക്ലൂഡ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് തിങ്കിങ് എമംഗ് ദ സ്റ്റുഡൻസ്. അത് മാത്രമാണ് ഇത് അർത്ഥമാക്കുന്നത്. വ്യത്യസ്ത തലത്തിലുള്ള ചിന്തകൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാം. മനസ്സിലായോ, എന്ത് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ട് കഴിഞ്ഞു. ഇത് പഠിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയോ ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെട്ടു. ഇത് പഠിക്കുന്നതുകൊണ്ട് എന്ത് ഗുണം നിനക്ക് തോന്നുന്നു എന്നൊരു കുട്ടിയോട് ചോദിച്ചാൽ അത് ആ തലത്ത് തലമെത്തിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വന്തമായി മറ്റെന്തെങ്കിലും ഉദാഹരണങ്ങൾ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടി അതിനെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തു, അതിന്റെ പ്രായോഗിക വശം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ഒരു ബൗണ്ടറിയിൽ ഒതുക്കി നിർത്താനോ അല്ലെ ഒതുക്കി നിൽക്കുന്നതോ ആയിട്ടൊന്നും അല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കിൽ ഓഫ് ദ ടീച്ചർ ഹു ഇന്റർപ്രറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് ദ ടാക്സോണമി. ടീച്ചർ എങ്ങനെയാണോ ഇതിനെ കാണുന്നത് അതുപോലെ ഇരിക്കും. നമ്മൾ വളരെ ലളിതമായ 2 കവിതകൾ അല്ലെ ഒരു പരസ്യത്തിന് പോലും ഇത്ര സാധ്യതകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. അത്രമാത്രം നമ്മുടെ ചിന്തകൾക്ക് എങ്ങനെ ഇതിനൊരു ഹയർ ലെവലിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വെൻ വി കം ടു ദ ഇന്റഗ്രേഷൻ ഓഫ് ടെക്നോളജി വി ക്യാൻ ഈസിലി കണക്ട് ഓൾ ദീസ് തിങ്സ് ടു ടാക്സോണമി, ബ്ലൂംസ് ടാക്സോണമി. ബിക്കോസ് when you just go through the slides of some other people, or when you just go through the presentation or a PDF for somebody else, that becomes a remembering part. And when you are able to download a very specifically purposeful data for your subject, then it comes to understanding. ഒരുപാട് ഒത്തന്റിക് ആയിട്ടുള്ള സോഴ്സ് തന്നെ കണ്ടെത്തി അതിൽ നിന്നൊരു PDF ഞാൻ ഡൗൺലോഡ് ചെയ്തു, അല്ല എനിക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടൊരു ബുക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അപ്പൊ അടുത്ത ലെവലിലേക്ക് വന്നു. ഞാൻ വെറുതെ മറ്റൊരാളുടെ സ്ലൈഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു റിമെമ്പറിംഗ് ലെവലിലേ വരുന്നത്, അടുത്ത ലെവൽ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് വരുന്നു. ആൻഡ് when I am able to prepare a PowerPoint slide by making use of the different information already available in the different sites or the textbooks, that becomes application. ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു PowerPoint സ്ലൈഡ് ഉണ്ടാക്കി. അപ്പോൾ അത് പക്ഷേ എൻ്റെ ടെക്സ്റ്റിലെ തന്നെ മെറ്റീരിയൽസിനെ സ്ലൈഡ്സ് ആക്കി വേർഡിലൊക്കെ ആക്കി ഞാൻ ചെയ്തതേ ഉള്ളൂ. ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻ. അത് ടെക്നോളജിയിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ആപ്ലിക്കേഷനാണ്. ആൻഡ് വെൻ ഐ എം ഏബിൾ ടു അനലൈസ് ദ ഡിഫറെന്റ് sites, different presentations of different sites, different data from the different sites, then that becomes analysis. And when I am able to judge whether something is right or wrong, that the message received through the electronic media, and I am able to evaluate the merits and demerits, of course that comes the evaluation. And if I feel that I have to prepare as my own, ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച്, ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് I need a presentation of my own, then that will become
ക്രിയേറ്റ്. ഞാൻ എൻ്റേതായ ഒരു ടെംപ്ലേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ എൻ്റേതായ ഉദാഹരണങ്ങളൊക്കെ ചേർത്ത് പാഠപുസ്തകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അഡീഷണൽ ഇൻഫർമേഷൻ എൻ്റെ ചിന്തകളിലൂടെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ഞാനൊരു പരിശ്രമം നടത്തുമ്പോൾ ദാറ്റ് വിൽ ബിക്കം ക്രിയേറ്റ്. സോ ദിസ് ടെക്നോളജിക്കൽ ട്രാൻസാക്ഷൻ ഓഫ് ദ കരിക്കുലം ഓൾസോ ക്യാൻ ബി ലിങ്ക്ഡ് വിത്ത് ബ്ലൂംസ് ടാക്സോണമി. അപ്പൊ ഇതിനൊരു അതിർവരമ്പുകളൊന്നുമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലൂം പറഞ്ഞതുകൊണ്ടല്ല ഇങ്ങനെ പോകാവൂ എന്ന് നമ്മൾ ശടിക്കേണ്ടതായിട്ടില്ല. നമ്മുടേതായ മോഡിഫിക്കേഷൻസ് വരുത്തണം. അതാണല്ലോ നമ്മൾ എക്സിക്യൂട്ട് ആൻഡ് ഇംപ്ലിമെന്റ് എന്നതിന്റെ വേരിയേഷൻസ് നമ്മൾ കണ്ടല്ലോ. നമ്മുടെ വിഷയത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാധ്യതകൾ കണ്ടെത്തി തീർച്ചയായിട്ടും നമുക്ക് മോഡിഫിക്കേഷൻസിനോട് കൂടി വി ക്യാൻ മേക്ക് ഇറ്റ് മോർ ഫ്ലെക്സിബിൾ സോ ദാറ്റ് ഇറ്റ് ബിക്കം മോർ ഫീസിബിൾ. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. താങ്ക് യു. ടീച്ചർ, ഒരു സംശയം. ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ 6 ലെവലുകളെ പറ്റി പരിചയപ്പെടാറുണ്ട്. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈങ്, അനലൈസിങ്. അപ്പൊ ഞാനൊരു കൊമേഴ്സ് അധ്യാപകനാണ്. അപ്പൊ ഞാൻ കുറെ ഫിഗേഴ്സ് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഒരു ആൻസർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിപ്പോ റിമെമ്പറിങ് ആവില്ലേ, അണ്ടർസ്റ്റാൻഡിങ് ആവില്ലേ, അപ്ലൈയിങ് ആവില്ലേ? ഏത് ഒരു ലെവലിലാണ് നമ്മൾ ഇതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നോട്ട് റിമെമ്പറിങ്, ഇറ്റ് ഈസ് അനലൈസ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അനാലിസിസ് എന്നുള്ളത് നമ്മൾ ഏത് ലെവലിൽ നിന്നാണ് പറയുന്നത്? എനിവേ വി ഹാവ് ടു ഗെറ്റ് എ സൊല്യൂഷൻ ഫോർ ദ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. ഫോർ ദാറ്റ് ഐ ഹാവ് ടു റിമെമ്പർ ഓർ ഐ ഹാവ് ടു റീകോൾ ദ ഡിഫറെന്റ് ഇക്വേഷൻസ് ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ മൈ മെമ്മറി. പലതരത്തിൽ പല ഇക്വേഷൻസ് ഉണ്ട്. And I have to identify which is the appropriate equation for this particular question. അടുത്ത തലത്തിലേക്ക് പോയല്ലോ. ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ലോവർ ലെവലാണ്. പക്ഷെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റിന് ഏത് ഇക്വേഷൻ തന്നെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അത് ആപ്ലിക്കേഷൻ തലം വരെ എത്തി. അതിൽ പിന്നെ ചില നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഡയറക്റ്റ് application of the digits to the figures or digits to the equation, അതിനെ വേണേൽ ആപ്ലിക്കേഷൻ കൊണ്ട് നിർത്താം. ബട്ട് ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് ടു അനലൈസ് ദ സിറ്റുവേഷൻ. കുറച്ചുകൂടെ ഹയർ ലെവലിൽ ആ സിറ്റുവേഷനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹയർ ആസ്പെക്ട് വരുന്നുണ്ടെങ്കിൽ അനാലിസിസ് വരെ പോകും. അതുകൊണ്ട് ഫ്രം റിമെമ്പറിങ് ടു അനാലിസിസ് അത്രയും തലങ്ങളും അതിൻ്റെ അകത്ത് വരാം. അപ്പോൾ ഒരു സിമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആകാം, ചിലപ്പോൾ അതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആകാം. 4 മാർക്കിലേക്കോ 5 മാർക്കിലേക്കോ വരുമ്പോൾ അത് അനാലിസിസ് ലെവലിലേക്ക് വരും. ആൻഡ് ഓഫ് കോഴ്സ് ഫോർ ദാറ്റ് അനാലിസിസ് ഐ ഹാവ് ടു റിമെമ്പർ സർട്ടൻ ഇക്വേഷൻസ്, ഐ ഹാവ് ടു ചൂസ് ദ റൈറ്റ് ഇക്വേഷൻ, ഐ ഹാവ് ടു apply the digits in that particular figure or equation, and I have to find the solution too. അപ്പോൾ ആ സൊല്യൂഷനിൽ എത്തിച്ചേരുന്ന വരെ എത്തുമ്പോൾ അനാലിസിസ് വരെ എത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ നേച്ചറാണ് തീരുമാനിക്കുന്നത് അത് ഏതാണെന്നുള്ളത്. ഒരു ബ്രാക്കറ്റിൽ നിന്ന് വിച്ച് ഈസ് ദ റൈറ്റ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ വേണേൽ അത് റിമെമ്പർ വരെ നമുക്ക് പറയാൻ പറ്റത്തുള്ളായിരിക്കും. ബട്ട് ഇഫ് ഐ ഗിവ് ദ ഫിഗേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻറ് ഗെറ്റ് എ ചാൻസ് ടു അപ്ലൈ ഓർ സെലക്ട് choosing, organizing all these processes, then it comes in analysis. Okay. Thank you, teacher. ടീച്ചറെ, പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ എന്ന ഞാനൊരു മലയാള അധ്യാപകനാണ്, സണ്ണി സെബാസ്റ്റ്യനാണ്. പ്രതികരിച്ചില്ലെന്ന് വേണ്ട. അപ്പോൾ കേൾക്കാവോ ടീച്ചറെ? കേൾക്കാവോ? അപ്പൊ പാദങ്ങൾ കൊണ്ട് മോഹങ്ങൾ ഒരു പരസ്യവാചകം എങ്ങനെ അതിന്റെ ഒരു ധ്വനിതലം മാറി വരുന്നു എന്നുള്ളതാണ്. പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ വാച്യതലത്തിൽ പാദങ്ങൾക്ക് പാദങ്ങൾ കൊണ്ട് മോഹങ്ങൾ പാദങ്ങൾക്കുമുണ്ട് എന്ന് വെച്ചാൽ മറ്റ് അവയവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം കിട്ടാതെ പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ വരുന്നു. മറ്റുള്ള അവയവങ്ങളെയൊക്കെ മുഖത്ത് നമ്മള് മിനുക്കുക ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ മോതിരമിടുന്നു. അല്ലെങ്കിൽ പക്ഷെ പാദത്തിന് കൊടുക്കുന്ന ഒരു നീചത്വം അത് അതിന്റെ ഒരു പരിഭവം പോലെ. പക്ഷെ പാദങ്ങളും മറ്റുള്ളതുപോലെ തന്നെ സുന്ദരമാക്കേണ്ടതാണ്, സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ആ പരസ്യം വരുന്നത്. പരസ്യത്തിനേക്കാൾ കവിഞ്ഞു നിൽക്കുന്ന ഒരു അർത്ഥം അതിനുണ്ട്. ഇതല്ലാതെ ഒരു അർത്ഥതലത്തിലേക്ക് പോകുമ്പോൾ പാദത്തിനുള്ള ഒരു പ്രാധാന്യം സത്യത്തിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ട് പാദം മാറുന്നു. നമ്മളുടെ ചലനത്തെ, നമ്മളുടെ ചുവടുകളെ, നമ്മളുടെ എല്ലാവിധ ബന്ധങ്ങളെയും സത്യത്തിൽ നിയന്ത്രിക്കുന്നത് പാദങ്ങളാണ്. നമ്മളെ ഒരു സ്ഥലത്തേക്ക് നടക്കുന്നു എന്ന് പറയുന്നതും ആ സ്ഥലം വരെ നമ്മൾ 1 കിലോമീറ്റർ നടന്നു പോകുന്നതും ആ 1 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളുടെ ഓരോ ചുവട് കൊണ്ടും നമ്മൾ അവിടം എന്താണ് ഒരു കണക്ക് പറഞ്ഞാൽ മനുഷ്യൻ കീഴടക്കി മുന്നേറുകയാണ്. കീഴടക്കുക എന്നുള്ളത് പറഞ്ഞാൽ അവിടേക്ക് പോകുന്നതിന്റെ അനുഭവം ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ഓരോ ചുവടും നമ്മളുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ വളർച്ചയുടെ ഏറ്റവും ചെറിയ ഒരു പതിപ്പെന്ന് പറയുന്നത് നമ്മുടെ ചുവടുകളാണ്. അല്ലെ, അതിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവം സത്യത്തിൽ സാമൂഹ്യ ബന്ധങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം
നമ്മളുടെ പാദങ്ങളാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു ധ്വനിതലമായിട്ട് നിൽക്കുന്നു. എന്നാൽ പരസ്യമാകട്ടെ മറ്റുള്ളതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പാദത്തെ സുന്ദരമാക്കേണ്ടതാണ്, സംരക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് വെറുതെ ഒരു ചെരുപ്പ് പോരാ, സുന്ദരമായ നല്ല ചെരുപ്പ് തന്നെ വേണം, മനോഹരമായ ചെരുപ്പ് തന്നെ വേണം എന്നുള്ള പരസ്യത്തിനും അത് കൂടുതൽ സൗന്ദര്യം നൽകുന്നുണ്ട്. ആ പരസ്യവാചകം ധ്വനിതലവും ഉണ്ട്, സൗന്ദര്യവും. ഓക്കെ ടീച്ചർ, എക്സലന്റ്. വളരെ മനോഹരമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പൊ നോക്കി എത്ര ഈ പറഞ്ഞ ചിന്താതലം എത്ര വ്യത്യസ്ത തലത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ കുട്ടികൾ അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചിന്തകൾ ഇങ്ങനെ സമുദ്രം പോലെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. 1 കിലോമീറ്റർ നടന്നു പോകുന്നതും 1 കിലോമീറ്റർ കാർ ഓടിച്ചു പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ തന്നെ എത്ര അർത്ഥതലങ്ങൾ മാറും. പാദങ്ങൾ മറ്റ് ശരീരത്തിന്റെ അവയവം പോലെ തന്നെ പരിഗണന അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ള ചിന്ത, പാദങ്ങളാണ് ശരീരത്തെ നിലനിർത്തുന്നത് എന്ന ചിന്ത, അവഗണിക്കപ്പെടുന്ന ചില ഭാഗങ്ങൾ, ചില നാം വേണ്ട പോലെ ശ്രദ്ധ കൊടുക്കാത്ത, അല്ലെ നമ്മൾ പറയുന്നൊരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ നാം കാണുന്നവർക്കും മുഖങ്ങളുണ്ട്, അവരും പരിഗണന അർഹിക്കുന്നവരുണ്ട് എന്നുള്ള ചിന്ത ഒക്കെ പലതരത്തിൽ എത്ര വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. താങ്ക് യു. മറ്റാരോ ചോദ്യം ചോദിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു, പ്ലീസ് ചോദിക്കുക. ടീച്ചറെ നമസ്കാരം, ഞാൻ അരവിന്ദാണ് കെമിസ്ട്രിയിലെ. നമസ്കാരം ടീച്ചറെ. ഹലോ, കേൾക്കാം സാറേ, പറഞ്ഞു. അരവിന്ദ് സാറേ പറഞ്ഞു. ടീച്ചറെ സുഖമായിട്ടിരിക്കുന്നു, നല്ല ടോക്കായിരുന്നു. ഒരു സംശയം, ഇപ്പൊ നമ്മള് ടീച്ചർ അനലൈസ് ക്രിയേറ്റ് അല്ലെങ്കിൽ ആ ടാക്സോണമി അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 3 മണിക്കൂർ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ സംസാരിക്കും. ഒരു 3 മണിക്കൂർ പരീക്ഷയിൽ നമുക്ക് ഇത് എന്തുമാത്രം എഫക്റ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളൊക്കെ ഒരുപക്ഷെ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ രീതിയിൽ ഒരു സ്റ്റുഡന്റിന്റെ 1 ഇയർ 2 ഇയർ 3 ഇയറിൽ മാർക്ക് ബേസ്ഡ് സിസ്റ്റമായിട്ട് മാറുമ്പോൾ ഇത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആകില്ല. ടീച്ചറിന്റെ തോട്ട്സിനെ കുറിച്ച്. കാരണം ആ 3 മണിക്കൂറിൽ ഇപ്പൊ ഒരു MSc പരീക്ഷ എഴുതുമ്പോൾ, ഇപ്പൊ ഞാനും MSc ഒക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് പരീക്ഷ എഴുതി 3 മണിക്കൂർ തീർക്കാൻ പറ്റാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത് തന്നെ. അതൊരു കോമ്പറ്റീഷൻ ആണ്. പക്ഷെ അപ്പൊ ഉണ്ടാകുന്ന പ്രഷറിൽ നമ്മൾ അനലൈസ് ചെയ്യാനല്ല നിൽക്കുന്നത്, നമ്മൾ എത്രയും പെട്ടെന്ന് എഴുതി തീർക്കാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പെഡഗോഗി കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ലെവലിലേക്ക് പോകുമ്പോൾ ഡോണ്ട് യു തിങ്ക് എക്സാംസ് ആർ അഗെയിൻസ്റ്റ് ദിസ്? ഒരു ചർച്ചയുണ്ട്. Yes, I have already added one important point related to this particular question. That's why we have included continuous assessment in our system. Continuous assessment illada idinekkuറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരിക്കലും ഒരു പേപ്പർ പെൻ എക്സാമിനേഷനിലൂടെ അല്ലെങ്കിൽ ടെർമിനൽ എക്സാമിനേഷനിലൂടെ കണ്ടെത്തപ്പെടേണ്ട ഒന്നല്ലത്. പരമാവധി നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അനാലിസിസ് തലം വരെയൊക്കെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെയാണ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കെമിസ്ട്രി ഫിസിക്സിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അവിടം വരെയുള്ളൂ. there is no possibility for a creator of that. അല്ല നമ്മൾ ലാംഗ്വേജിലൊക്കെ വേണം ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ ലെവലിൽ ചിന്തകളെ, കുട്ടികളുടെ ചിന്തകൾ നമുക്ക് നേരിട്ട് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കാം. സി when we deal with subjects, വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് സയൻസും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ. നമുക്ക് എന്താ റോള് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അവരും ഇവരും പറഞ്ഞ എന്താണെന്ന് എഴുതിയാൽ മതി. അതിൻ്റെ അകത്തൊന്നും നമ്മുടെ ചിന്തകൾക്കൊരു പ്രസക്തിയേ ഇല്ല. നമ്മുടെ വിഷയം അത്ര ആർട്ടിഫിഷ്യലാണ്, നമ്മുടെ കരിക്കുലം അത്ര ആർട്ടിഫിഷ്യലാണ്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവ്വതും കാലങ്ങളോളം ഹിസ്റ്റോറിക്കലി എമേർജ്ഡ് കണ്ടന്റ്, അതാണ് നമ്മൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടാരോ ചരിത്രത്തിൽ പറഞ്ഞതും ചെയ്തതും കണ്ടെത്തിയതുമായ കാര്യങ്ങൾ പുസ്തകത്തിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ ലാംഗ്വേജിലും ഒക്കെ വരുമ്പോൾ ഉള്ള കുറച്ചുകൂടെ സാധ്യതകൾ. അതാണ് ഹ്യൂമാനിറ്റീസിലൊക്കെ വരുമ്പോൾ അതാണ്. ഒന്നുമല്ലെങ്കിൽ ഈ അഭിപ്രായം തെറ്റാണെങ്കിലും പറയാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോഴും സയൻസിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ന്യൂട്ടൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പൈതഗോറസ് അങ്ങനെ പറഞ്ഞു, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ പ്രസക്തിയില്ല. പക്ഷെ when we come to the internal assessment techniques, where we help or where we expect that the student has to present an assignment, when the student has the opportunity to participate in a seminar, when the student is given an opportunity to participate in an exhibition, of course these elements can be integrated. Otherwise നേരത്തെ ഈ പറഞ്ഞതുപോലെ സാധ്യതകളില്ല. സാറ് പറഞ്ഞ പോലെ 3 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കാനാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും മാർക്കിന് കൃത്യമായി പോയിന്റ്സ് കൊടുത്ത് കാര്യങ്ങൾ പോകാനാണ് നോക്കുന്നത്. സോ വി ഹാവ് ടു മോഡിഫൈ ദ ഇന്റേണൽ അസസ്മെന്റ് ടെക്നിക്സ്. വി ഹാവ് ടു ഫൈൻഡ് ഓൾട്ടർനേറ്റ് സ്ട്രാറ്റജീസ് ടു അസസ് ദ ഇന്റേണൽ അസസ്മെന്റ്സ്, കണ്ടിന്യൂസ് അസസ്മെന്റ്. കുട്ടികളുടെ ക്ലാസ് മുറികളിലെ അല്ലാത്ത പാർട്ടിസിപ്പേഷനെ അസസ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. മാം, പക്ഷേ അപ്പോഴും ചോദ്യം അതല്ലായിരുന്നു.
percentage of assessment, internal 25, external 75, അല്ലെങ്കിൽ തിയറി എക്സാം 75. ഇത് അങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അതൊരു പക്ഷേ കാലങ്ങൾ കൊണ്ട് മാറ്റം വന്നേക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ചില ഒബ്ജക്ടിവിറ്റിയുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. സി ഇഫ് ഐ എം കണ്ടിന്യൂസ്ലി ട്രൈങ് ടു മേക്ക് 75% internal assessment in my class, and if as a teacher I am giving marks not appropriate to the performance of the students, to make a label that my students are performing well, naturally that will affect the general performance of the institution or the college. എൻ്റെ ഇപ്പം നമുക്കറിയാമല്ലോ, CBSE അടുത്ത കാലത്ത് 3 വർഷത്തെ റിസൾട്ടിന്റെ ശരാശരി എടുക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണ്? ഇതാ പ്രശ്നം, സെയിം പ്രശ്നമാണ്. ഇന്റേണൽ മാർക്കിന്റെ പെർസെൻറ്റേജ് വെച്ചാണ് എടുത്തത്. പക്ഷെ അതിനെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എന്താണ് ഒരു പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയൊക്കെ ചില മാനിപ്പുലേഷൻസ് ഒക്കെ നടത്താൻ സാധ്യതയില്ലാഴികയില്ല. അതുകൊണ്ട് നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ പോലെ 75-25 എന്നതിനെ കുറച്ചുകൂടെ മാറ്റി 50-50 തീർച്ചയായിട്ടും. കാരണം അതർ 50 വരട്ടെ, ഒരു എക്സ്റ്റേണൽ എക്സാമിനർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാമല്ലോ. വെദർ ദാറ്റ് 50 ഈസ് വാലിഡ് എന്നുള്ളത് ഇവർക്കൊരു വെരിഫിക്കേഷൻ, ഒരു സ്ക്രൂട്ടിനി ഒക്കെ നടത്താം. അപ്പൊ that's fair. Okay, thank you. നമുക്ക് അനുവദിച്ച സമയം ഏതാണ്ടായി. ഇനി ആർക്കും ചോദ്യമില്ലെങ്കിൽ നമുക്ക് നിർത്താം. ഒരു തമാശ വെച്ചോട്ടെ, ഒരു ചെറിയ ചോദ്യം. ടീച്ചറെ നന്നായിരുന്നു. ഈ മറ്റേ സണ്ണി സാറ് ആ ഒരു പാദങ്ങളുടെ കാര്യം വലിയ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ ഈ പിള്ളേരുടെ ഒരു കൊച്ചു പറയാണ് പാദങ്ങൾക്ക് മുണ്ടെടുക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചർ അത് ക്രിയേറ്റിവിറ്റി ആയിട്ട് അംഗീകരിക്കുക. കാരണം നമ്മുടെ പിള്ളേർ അതിനെ ഇന്റലിജൻസ് ആയിട്ട് നമ്മൾ വെർബൽ ഇന്റലിജൻസ് ആയിട്ട് എങ്ങനെ, കാരണം നമ്മൾ ബേസിക്കലി ഒരു ക്വസ്റ്റ്യന്റെ രീതിയല്ലേ നോക്കുന്നത്. നമ്മൾ ആ ഒരു സ്റ്റുഡന്റിനെ തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ചെരുപ്പിന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുണ്ട് അല്ലെ, മോഹങ്ങൾ, പാദങ്ങൾക്ക് മുണ്ട് മോഹങ്ങൾ എന്ന വേറൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്. അച്ഛന്റെ ഇന്റലിജൻസ് കൊണ്ട് അച്ഛൻ ഇപ്പൊ ഉത്തരം പറഞ്ഞത് തന്നെ കേട്ടോ. അച്ഛന്റെ ക്രിയേറ്റിവിറ്റി വളരെ വലുതാണെന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് അപ്രിഷിയേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു ആസ്പെക്ട്, ഈ ഒരു ക്രിയേറ്റീവ് ലെവല് വേറെ ആർക്കും ഇവിടെ ഉള്ളവർക്ക് തോന്നിയണമെന്ന് പോലുമില്ല. പാദങ്ങൾക്ക് മുണ്ടെടുക്കാൻ മോഹമുണ്ടെന്നുള്ള വേറൊരു തലമാണ്. വളരെ രസകരമായിട്ട് തന്നെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം. അതൊരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്. താങ്ക് യു. ഞാനും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ടീച്ചറെ, അത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HOD PJ തോമസ് സാറിന്റെ ബുദ്ധിയായിരുന്നു. ഓക്കെ. താങ്ക് യു. ലാംഗ്വേജ് എന്നുള്ള ബുദ്ധിയാണ്. ഓക്കെ. So dear teachers, we have come to the end of the first training session in view of implementing OBE in our college. We are lucky and blessed that we could learn Bloom's taxonomy from an unassuming scholar. Many of us know Dr. Rosamma Philip personally, and many have attended her classes in HRDC platform. Amidst her busy schedule as the principal of a training college, she generously consented to lead the session in our college. And we have experienced and understood that this session was very informative, useful, relevant, and engaging. And she was continuously giving us a feel of our classrooms throughout this session. Dear Professor, on behalf of Father Principal, IQSC, and the teaching community, I convey our profound sentiments of gratitude to you. Thank you so much, dear teacher. Let me thank Reverend Father Principal, IQSC Coordinator Binu Sir, Curriculum Committee Coordinator Anthony Sir, and the Vice Principals and Father Bassar for making this happen in our college. My sincere thanks to all my colleagues who participated patiently and generously in this afternoon session. Please remember, our one-week training session by Kerala Higher Education Council will begin on 11th August. So we will see you all there. Welcome to the one-week long session. Thank you all. So the session is over. Thank you. Thank you, Rosamma. Thank you, Father. Thank you, Rosamma teacher. നമ്മുടെ കോളേജിന്റെ അക്കാഡമിക് കൗൺസിലിന് ടീച്ചർ ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. താങ്ക് യു. താങ്ക് യു ഫാദർ. താങ്ക് യു വെരി മച്ച്. ഇനി
ടീച്ചറിന്റെ സർവീസ് അക്കാഡമിക് കൗൺസിൽ, നമ്മുടെ കോളേജിന്റെ അക്കാഡമിക് കൗൺസിലിൽ തുടർന്നും ഉണ്ടാകും. അതാണ് ഞങ്ങളുടെ വലിയൊരു സന്തോഷം കേട്ടോ.